പരിശുദ്ധാത്മാവിനെ കുറിച്ചായിരുന്നു അല്ലെ. പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി, പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിൽ മാത്രമാണ് അവർ തെരഞ്ഞെടുക്കപ്പെടുകയുള്ളൂ, എടുക്കപ്പെടുകയുള്ളൂ. വ്യക്തമായ തെളിവുകളോടുകൂടെ നമ്മൾ വെള്ളിയാഴ്ച ചിന്തിക്കുവാൻ ഇടയായി തീർന്നു. നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ ആത്മാവിനാൽ നടത്തപ്പെടണം. പരിശുദ്ധാത്മാവിൽ നടത്തപ്പെടുന്നെങ്കിൽ മാത്രമേ നമുക്ക് കർത്താവിന്റെ രാജ്യത്തിൽ പ്രവേശിക്കുവാനായിട്ട് സാധിക്കത്തുള്ളൂ. വിശുദ്ധനായി തീരണമെന്നുണ്ടെങ്കിൽ, വിശുദ്ധനാകുക എന്ന് പറഞ്ഞാൽ വിശുദ്ധിയുടെ ആത്മാവാകുന്ന പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയങ്ങളിൽ വസിച്ച് നമ്മുടെ ജീവിതത്തിൽ വസിക്കുകയും നമ്മളോട് കൂടെ ഇരിക്കുകയും ചെയ്യുന്നു. രണ്ട് കാര്യങ്ങളാണ് പഠിച്ചത് അല്ലെ. കർത്താവ് നമ്മളോട് കൂടെ ഇരിക്കുകയും നമ്മളിൽ വസിക്കുകയും ചെയ്യുന്നു. ഈ രണ്ട് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നടന്നെങ്കിൽ മാത്രമേ വിശുദ്ധി പൂർണ്ണമാകത്തുള്ളൂ. ഹല്ലേലൂയ. അങ്ങനെ ദൈവാത്മാവിനാൽ നടത്തപ്പെടുന്നവരെ ചേർക്കുവാനാണ് കർത്താവായ യേശു ക്രിസ്തു വേഗം വരുവാൻ പോകുന്നത്. കാഹള ശബ്ദം ആരാണ് കേൾക്കുന്നത്? നമുക്ക് രൂപാന്തരം സംഭവിക്കുന്നത് എങ്ങനെയാണ്? സ്വതന്ത്രം നമുക്ക് രൂപാന്തരം സംഭവിക്കുമ്പോൾ സ്വതന്ത്രം ഹല്ലേലൂയ, നമ്മൾ കല്ലറകളിൽ മരിച്ചു കിടക്കുകയാണെങ്കിൽ, നമ്മുടെ മർത്തി ശരീരം കല്ലറകളിലാണെങ്കിൽ അത് രൂപാന്തരം പ്രാപിച്ച് സ്വതന്ത്രം അതിന്റെ കല്ലറയുടെ കവാടം പോലും തുറക്കാതെ നമ്മൾ അതിന്റെ ഒന്ന് പുറത്തു വരും. എന്നാൽ ജീവനോടുകൂടി ഇരിക്കുകയാണെങ്കിൽ നാം രൂപാന്തരം പ്രാപിക്കും. ആദ്യം മരിച്ചവർ ഉയർക്കും, പിന്നെ ജീവനോട് ശേഷം നാം രൂപാന്തരം പ്രാപിച്ച് സ്വതന്ത്രം ആ മുന്നമേ ഉയർത്തവരോടുകൂടെ ജീവിച്ചിരിക്കുന്ന നാം ഒരുമിച്ച് മേഘങ്ങളിൽ ദൈവസന്നിധിയിലേക്ക് എടുക്കപ്പെടും. ആമേൻ. ഇതൊക്കെ നമ്മൾ വെള്ളിയാഴ്ച ചിന്തിക്കുവാൻ ഇടയായി തീർന്നു. അതുകൊണ്ട് സ്വതന്ത്രം ഒരുക്കപ്പെട്ടവരെ ചേർക്കാനാണ് കർത്താവായ യേശു ക്രിസ്തു വേഗം വരുവാനായിട്ട് പോകുന്നത്. ആമേൻ. ദൈവസന്നിധിയിൽ സ്വതന്ത്രം വെള്ളിയാഴ്ച അങ്ങനെ ഒരു നിയോഗത്തോടു കൂടെ ആയിരുന്നു ദൈവജനത്തിന് മുമ്പാകെ ആയിരുന്നത്. എന്നാൽ ഇന്ന് പകൽ നേരം നമുക്ക് ദൈവത്തിന്റെ ആത്മാവ് ഇടപെട്ട മറ്റൊരു ഭാഗം ഞാൻ എടുക്കുവാൻ ആഗ്രഹിക്കുകയാണ്. എന്നാൽ പരിശുദ്ധാത്മാവ് നടത്തുന്നത് പോലെ ഇന്ന് പകൽ നേരം പോകുമാറാകട്ടെ. സ്വതന്ത്രം നമുക്ക് പത്രോസ് എഴുതിയ 1-ാം ലേഖനം അതിന്റെ 5-ാം അധ്യായം, ഹല്ലേലൂയ, 5-ാം അധ്യായം അതിന്റെ 8-ാം വാക്യം നമ്മളെല്ലാ പ്രാർത്ഥനയിലും നമ്മളുടെ വചനങ്ങളിലെല്ലാം നമ്മൾ പറയുന്ന ഒരു വാക്യമാണ്. സ്തോത്രം. നമുക്കൊന്ന് വായിക്കാം. നിർമ്മതരായിരിക്കുവിൻ, ഉണർന്നിരിക്കുവിൻ, നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് അലറുന്ന സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങേണ്ടു എന്ന് തിരഞ്ഞ് ചുറ്റി നടക്കുന്നു. ആമേൻ. ഹല്ലേലൂയ. വാക്യങ്ങളെ കണ്ടവരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. സ്തോത്രം. അപ്പോസ്തലനായ പത്രോസ് എഴുതിയ തന്റെ ലേഖനത്തില് ഈ പുതിയ നിയമ ശുശ്രൂഷ എന്ന് പറഞ്ഞാൽ നമ്മൾ കാണാതെ ഒരു ആത്മമണ്ഡലത്തെ വളരെ വ്യക്തമാക്കി കാണിക്കുന്ന ഒരു പുസ്തകമാണ്, അല്ലെങ്കിൽ ഒരു ഭാഗമാണ് പുതിയ നിയമത്തിലെ എല്ലാ പുസ്തകങ്ങള്. സുവിശേഷങ്ങളാകട്ടെ, ലേഖനങ്ങളാകട്ടെ, അതെല്ലാം തന്നെ ആത്മമണ്ഡലത്തെ വെളിപ്പെടുത്തുന്നതാണ്, ആത്മലോകത്തെ വെളിപ്പെടുത്തുന്നതാണ്. പത്രോസ് തന്റെ ലേഖനത്തിൽ പറയുകയാണ്, നമ്മൾ വായിച്ച വാക്യം, നിർമ്മതരായിരിക്കുവിൻ, ഉണർന്നിരിക്കുവിൻ, നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച്. അപ്പൊ ഒരു കാര്യമുണ്ട്. പത്രോസ് തന്റെ സ്തോത്രം അവസാന ഭാഗത്തിലേക്ക് വരുമ്പോ അവിടെ പറയുന്ന ഒരു കാര്യം, പ്രതിയോഗിയായ പിശാച്. ഈ പ്രതിയോഗിയായ പിശാചിനെ കുറിച്ച് അവിടെ പറയുമ്പോൾ അവിടെ പറയുന്ന ഒന്നും കൂടെ വായിക്കാവോ? ഒന്നും കൂടെ വായിക്കാം. നിർമ്മതരായിരിക്കുവിൻ, ഉണർന്നിരിക്കുവിൻ, നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് അലറുന്ന സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങേണ്ടു എന്ന് തിരിഞ്ഞ് ചുറ്റി നടക്കുന്നു. ലോകത്തിൽ നിങ്ങൾക്കുള്ള സഹോദര വർഗത്തിന് ആ വക കഷ്ടപ്പാടുകൾ തന്നെ പൂർത്തിയായി വരുന്നു എന്നറിഞ്ഞ് വിശ്വാസത്തിൽ സ്ഥിരമുള്ളവരായി അവനോട് എതിർത്തു നിൽക്കുവിൻ. എന്നാൽ അല്പകാലത്തേക്ക് കഷ്ടം സഹിക്കുന്ന നിങ്ങളെ ക്രിസ്തുവിൽ തന്റെ നിത്യ തേജസ്സിനായി വിളിച്ചിരിക്കുന്ന സർവകൃപാലുവായ ദൈവം തന്നെ യഥാസ്ഥാനപ്പെടുത്തി ഉറപ്പിച്ച് ശക്തീകരിക്കും. നിർത്തിക്കുക. നമുക്കിവിടെ ഈ ലേഖനം അവസാനിക്കുമ്പോൾ പത്രോസ് ഇവിടെ പറയുകയാണ്, നിങ്ങളെ പോലെ സഹോദര വർഗത്തിന് ലോകത്തിൽ കഷ്ടമുണ്ട്. ഈ കഷ്ടം എന്താണ്? കഷ്ടത്തെ കുറിച്ച് നമ്മൾ വായിച്ചു. എന്താണ് പറയുന്നത്? നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് അലറുന്ന സിംഹം പോലെ, സ്വതന്ത്രം എന്ന പോലെ ആരെ വിഴുങ്ങേണ്ടു എന്ന് വെച്ച് തിരഞ്ഞ് ചുറ്റി നടക്കുന്നു. തിരിഞ്ഞു ചുറ്റി നടക്കുന്നു. അടുത്തത്, ലോകത്തിൽ നിങ്ങൾക്കുള്ള സഹോദര വർഗത്തിന്
ആ വക കഷ്ടപ്പാടുകൾ തന്നെ പൂർത്തിയായി വരുന്നു. അവിടെ നിർത്തിക്ക് ഈ ഭാഗം നമ്മൾ ശ്രദ്ധിക്കണം. ദൈവസഭയെ കുറിച്ച് കർത്താവ് പറയുന്നത്, ഞാൻ നിങ്ങളെ സ്തോത്രം, നിങ്ങൾ ആടുകളാണ്, നിങ്ങൾ ചെന്നായ്ക്കളുടെ ഇടയില് കുഞ്ഞാടുകളെ പോലെ ഞാൻ നിങ്ങളെ അയക്കുകയാണ്. ചെന്നായ്ക്കളുടെ ഇടയിലാണ് കുഞ്ഞാടുകളെ പോലെ കർത്താവ് തന്റെ സഭയെ ആക്കി വെച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. അപ്പോൾ ചെന്നായ്ക്കളുടെ ഉപദ്രവം പല വിധത്തിൽ സഭയിൽ ഉണ്ടാകും. ആ ചെന്നായ്ക്കൾ ദൈവസഭയെ ചീന്തിക്കളയുവാനായിട്ട് പല വിധങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. ചെന്നായ്ക്കൾ എന്ന് പറയുമ്പോൾ ഈ ചെന്നായെ കുറിച്ച് അപ്പോസ്തല പ്രവൃത്തി പറയുന്ന ഒരു കാര്യമുണ്ട്. അവരെ കൊടിയ ചെന്നായ എന്നാണ് പറയുന്നത്. ചെന്നായ്ക്കളെ കുറിച്ച് പറയുന്നത് കൊടിയ ചെന്നായ്ക്കൾ. ആമേൻ. ആ കൊടിയ ചെന്നായ്ക്കൾ ചീന്തിക്കളയുവാനായിട്ട് അടുത്തു വരുന്നു. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നമുക്ക് ആ ഭാഗം കൂടെ ഒന്ന് എടുക്കാം. അപ്പോസ്തല പ്രവൃത്തി അതിന്റെ 20-ാം അധ്യായം അതിന്റെ സ്തോത്രം 29-ാം വാക്യം. ഞാൻ പോയ ശേഷം ആട്ടിൻ കൂട്ടത്തെ ആദരിക്കാത്ത സ്തോത്രം കൊടിയ ചെന്നായ്ക്കൾ നിങ്ങളുടെ ഇടയിൽ കടക്കും എന്ന് ഞാൻ അറിയുന്നു. ഹല്ലേലൂയ. ഇതൊരു പ്രവചന വചനമാണ്. അത് ചരിത്ര പുസ്തകമാകുന്ന അപ്പോസ്തല പ്രവൃത്തിക്കകത്ത് ഭാവിയെ കുറിച്ച് ഇവിടെ പൗലോസ് പറയുന്ന കാര്യമാണ്. ഭാവിയിൽ ഇങ്ങനെ ചിലർ വരും. അവർ കൊടിയ ചെന്നായ്ക്കളായിരിക്കും. അവർ സ്തോത്രം എന്ത് ചെയ്യും? അവർ സ്തോത്രം ദൈവസഭയെ ചീന്തിക്കളയുവാൻ, ദൈവം തന്റെ രക്തത്താൽ സമ്പാദിച്ച സഭയാകുന്ന ഓരോ മനുഷ്യാത്മാവിനെയും സ്തോത്രം ചീന്തിക്കളയുവാൻ പിശാചിന്റെ കയ്യിലെ സ്തോത്രം ആയുധങ്ങളായി ചില ചെന്നായ്ക്കൾ സഭയിൽ നുഴഞ്ഞു വരുമെന്ന് പ്രവചനാത്മാവിൽ പൗലോസ് ദർശിച്ച് എഴുതി വെച്ച വാക്യമാണ് നമ്മൾ വായിച്ചത്. ഹല്ലേലൂയ. അപ്പോൾ ഈ വചനം വായിക്കുമ്പോൾ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇത് ചിലർക്കാണോ? ചിലർക്കല്ല. ഇത് നമ്മൾ വായിച്ച പത്രോസിന്റെ ലേഖനം അതിന്റെ 5-ാം അധ്യായം 1 പത്രോസ് 5-ന്റെ വായിച്ച അതിന്റെ 5-ന്റെ 8 വായിച്ച 9 വായിക്കുന്ന ലോകത്തിൽ നിങ്ങൾക്കുള്ള സഹോദര വർഗത്തിന് ആ കഷ്ടപ്പാടുകൾ തന്നെ പൂർത്തിയായി. അപ്പോൾ മനസ്സിലാക്കണം, ഈ ഉപദ്രവം രക്ഷയ്ക്കായി നിയമിക്കപ്പെട്ടിരിക്കുന്ന എല്ലാ വിശുദ്ധന്മാർക്കും ഈ പരീക്ഷയുണ്ട്. മനസ്സിലാക്കണം. പിശാചിനെ നമ്മൾ തിരിച്ചറിയണം. പിശാചിനെ സ്തോത്രം ഹല്ലേലൂയ സ്വർഗത്തിലെ ദൈവം ഈ ഭൂമിയിൽ സ്തോത്രം ഇതുവരെ അവനെ ന്യായം വിധിച്ചിട്ടുണ്ട്. എന്നാൽ അവനെ ഗന്ധം കത്തുന്ന തീപ്പൊയ്കയിലേക്ക് തള്ളിയിടുന്നത് വരെ ദുഷ്ടനാകുന്ന പിശാച് ഈ ഭൂമിയിലുണ്ട്. അപ്പോൾ ആ പിശാച് എന്താണ് ചെയ്യുന്നത്? അവൻ ചെയ്യുന്നത് നമ്മൾ വായിച്ച വാക്യം വായിക്കുമ്പോൾ സ്തോത്രം നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് അലറുന്ന സിംഹം പോലെ, ശ്രദ്ധിക്കണം, അലറുന്ന സിംഹം എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കണം, അവന് വിശക്കുമ്പോഴാണ് അവൻ അലറുന്നത്. ഹല്ലേലൂയ. അപ്പോൾ അവൻ അലറിച്ച എന്തിനാണ്? അവന്റെ ഇരകളെ പിടിച്ചടക്കേണ്ടതിന് ഉഗ്രഭാവത്തോടെ പുറപ്പെട്ടു വരുന്ന ഒരു രൂപത്തോടാണ് സ്വർഗത്തിലെ ദൈവം പിശാചിനെ വരച്ചു കാണിക്കുന്നത്. ആർക്കാണ് ഇത് എഴുതി കൊടുക്കുന്നത്? ദൈവസഭയ്ക്കാണ് ഇത് എഴുതി കൊടുക്കുന്നത്. ഹല്ലേലൂയ. അപ്പോൾ ഇത് എപ്പോഴാണ് ഇത് അലറി അടുത്തു വരുന്നത്? ദൈവജനത്തെ ചീന്തിക്കളയേണ്ടതിനാണ്. അപ്പോൾ ചീന്തിക്കളയുവാൻ അടുത്തു വരുന്ന പിശാചിന്റെ മുമ്പിൽ നിന്ന് നമുക്ക് രക്ഷ നേടണമെന്നുണ്ടെങ്കിൽ ആ ലേഖനത്തിൽ തന്നെ എഴുതി വെച്ചിട്ട് 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ. എന്നാണ് 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ അവിടെ വായിക്കുന്നത്? നിർമ്മതരായിരിക്കണം, ഒന്ന്. രണ്ടാമത് ഉണർന്നിരിക്കണം. ഈ 2 കാറ്റഗറിയിൽ ഞാനും നിങ്ങളും ഉണ്ടെങ്കിൽ പിശാചിനെ നമുക്ക് തിരിച്ചറിയാം. ഹല്ലേലൂയ. നമ്മൾ ഉണർന്നിരിക്കണം, നിർമ്മതരായിരിക്കണം. ഉണർന്നിരിക്കണം, നമ്മൾ നിർമ്മതരായിരിക്കണം. പിശാചിനെ തിരിച്ചറിയണം. പിശാച് നമ്മളെ വിഴുങ്ങേണ്ടതിന് വരികയാണ്. നമ്മുടെ ആത്മീയ ജീവിതം തകർന്നു പോകേണ്ടതിന്, നമ്മളുടെ ക്രിസ്തീയ ജീവിതത്തിൽ നമ്മൾ കയ്പായി തീരുവാൻ, നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങൾ തകർച്ചയിലേക്കും നഷ്ടത്തിലേക്കും കഷ്ടത്തിലേക്കും പോയി നമ്മൾ വിശ്വാസത്തെ ത്യജിച്ചു പോകുവാൻ പിശാച് വളരെ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്.
എന്നാൽ അതിന്റെ നടുവിൽ നിന്നാണ് മനസ്സിലാക്കണം, നമ്മൾ ഉണർന്നു കൊള്ളുമ്പോൾ ശത്രു ഏതു വഴി വരുന്നു എന്ന് നമുക്ക് തിരിച്ചറിയുവാൻ സാധിക്കും. ഹല്ലേലൂയ. ഏത് വഴിയാണ് വരുന്നത് അത് വളരെ തിരിച്ചറിയേണ്ട കാര്യമാണ്. പിശാചിന്റെ തന്ത്രങ്ങൾ നാം തിരിച്ചറിയണം. കാര്യങ്ങൾ ഒരു ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ടെ. ഹല്ലേലൂയ. അപ്പോൾ ഈ പകൽനേരം മനസ്സിലാക്കണം. അടുത്തത് പറയുന്നു, ഉണർന്നിരിക്കണം, നിർമ്മതരായിരിക്കണം. അടുത്തത് പറഞ്ഞു 9-ാം ഭാഗം, ലോകത്തിൽ നിങ്ങൾക്ക് സഹോദര വർഗത്തിന് കഷ്ടപ്പാടുകൾ തന്നെ അപ്പൊ ഈ കഷ്ടപ്പാടുകൾ പൂർത്തിയായി വന്നുകൊണ്ടിരിക്കുകയാണ്. എന്തിനാണ് ഇപ്പൊ ഇത് തുടങ്ങി? ഇത് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. രക്ഷിക്കപ്പെടുന്ന ജീവനോടുകൂടെയുള്ള ദൈവസഭയിൽ ഓരോ അംഗത്തിലും ശത്രുവാകുന്ന പിശാചിന്റെ ഉപദ്രവങ്ങൾ പല വിധത്തിൽ ഇത് അനുഭവിച്ച് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എവിടെ വരെ അത് സംഭവിക്കും? ഒന്നെങ്കിൽ കർത്താവിന്റെ വരവ് വരെ, അല്ലെങ്കിൽ എന്റെ മരണം വരെ ഈ പോരാട്ടത്തിലായിരിക്കും ഓരോ ദൈവ വൈദ്യുതി എന്നുള്ളവര് തിരിച്ചറിയുന്നവർ കാര്യങ്ങൾ ഉയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്തിയാണ്. ഹല്ലേലൂയ. അപ്പോൾ ദൈവസന്നിധിയിൽ പോരാട്ടം നമുക്കുണ്ട്. നമുക്ക് അതിൽ നിന്ന് ഒഴിവുള്ള ഒരു നേരം പോലും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഹല്ലേലൂയ. അപ്പോൾ പോരാട്ടത്തിന്റെ നടുവിൽ നമുക്ക് ജയം നൽകേണ്ടതിന് കർത്താവായ യേശു ക്രിസ്തു നമ്മുടെ ചാര ഇറങ്ങി വന്നിട്ടുണ്ട്. നമ്മൾ ഉണർന്നു കൊള്ളുന്നെങ്കിൽ ക്രിസ്തുവിന്റെ സാന്നിധ്യം അറിയുവാൻ സാധിക്കും. ശത്രുവിന്റെ തന്ത്രം, എന്റെ നേർക്ക് ഉയർത്തുന്ന ശത്രുവിന്റെ തന്ത്രം വ്യക്തമായി തിരിച്ചറിയുവാനും അതിൽ നിന്ന് വിടുതൽ പ്രാപിക്കുവാനും കർത്താവ് നമ്മളെ ബലപ്പെടുത്തും. ഹല്ലേലൂയ. ഇന്ന് പകരം തിരിച്ചറിയണം, ദൈവത്തിന്റെ വചനത്തിന് ഒരിക്കലും മാറ്റമില്ല. നമ്മുടെ ക്രിസ്തീയ ജീവിതം ഒത്തുനോക്കേണ്ടത് ദൈവവചനവുമായിട്ടാണ്. ദൈവവചനവുമായിട്ട് ഒത്തുനോക്കണം. അപ്പോൾ ഇവിടെ ദൈവത്തിന്റെ വചനം പറയുന്നു, സ്തോത്രം, ലോകത്തിൽ നിങ്ങളുടെ സഹോദര വർഗത്തിന് ആ വക കഷ്ടപ്പാടുകൾ തന്നെ പൂർത്തിയായി വരുന്നു എന്നറിഞ്ഞ് വിശ്വാസത്തിൽ സ്ഥിരമുള്ളവരായി അവനോട് ഇവിടെ എന്താണ് ഇവിടെ പറയുന്ന കാര്യം? സ്തോത്രം, പൂർത്തിയായി വരുന്നു. ഈ പരീക്ഷ പൂർത്തിയായി വരുന്നു. ആർക്കൊക്കെ പൂർത്തിയായി വരുന്നു? സഹോദര വർഗത്തിനല്ല ആ വക കഷ്ടപ്പാടുകൾ പൂർത്തിയായി വരുന്നു. ഒന്ന്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം അവിടെ തിരിച്ചറിയണം. എന്താണ് വായിക്കുന്നത്? സ്തോത്രം, സ്ഥിരമുള്ളവരായി അവനോട് എതിർത്ത് നിൽക്കുകയും വിശ്വാസത്തിൽ സ്ഥിരതയുള്ളവരായി അവനോട് എതിർത്ത് നിൽക്കുകയും എന്നാൽ അല്പകാലത്തേക്ക് കഷ്ടം സഹിക്കുന്ന നിങ്ങളെ ക്രിസ്തുവിൽ തന്റെ നിത്യ തേജസ്സിനായി വിളിച്ചിരിക്കുന്നു. നമുക്കത് വിടാം. ആ വാക്യം ഒന്നുകൂടെ വായിക്കാം. സ്തോത്രം, ലോകത്തിൽ നിങ്ങളുടെ സഹോദര വർഗത്തിന് ആ വക കഷ്ടപ്പാടുകൾ തന്നെ പൂർത്തിയായി വരുന്നു. ശ്രദ്ധിക്കണം കേട്ടോ, ശ്രദ്ധിക്കണം. എന്റെ കൂടെ ക്രിസ്തുവിൽ വിശ്വാസ ജീവിതം നയിക്കുന്ന എല്ലാവർക്കും ഈ പോരാട്ടം ഉണ്ട്. നമുക്കൊരു വലിയ സംശയമാണിത്, അല്ലേ? ദൈവത്തിന്റെ വചനം പത്രോസ് പറയുന്നു, നിങ്ങൾ അതിശയിക്കണ്ടെന്ന്. ദൈവമക്കൾക്കേ പോരാട്ടമുള്ളൂ. ജഡത്തിലിരിക്കുന്നവന് പോരാട്ടമില്ല. പിശാചിന്റെ ബന്ധത്തിൽ പോകുന്നതിന് പോരാട്ടമില്ല. കൃപയിൽ ഇരിക്കുന്നവന് മാത്രമേ പോരാട്ടമുള്ളൂ. കരങ്ങൾ ഉയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ടെ. ദൈവ കൃപയിൽ ഇരിക്കുന്നവർക്കേ പോരാട്ടമുള്ളൂ. അല്ലാത്തവർക്ക് പോരാട്ടമില്ല. അപ്പോൾ പോരാട്ടം എല്ലാവർക്കും ഉണ്ടോ? നമ്മളിപ്പോ ഒരു വ്യക്തിയോട് ചോദിക്കുന്നത് പകലാണോ എന്ന് വെച്ചാൽ അവനല്ലേ ഭയങ്കര ഇരുട്ടാന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ഒന്നെങ്കിൽ അവന് ജീവനില്ല, അല്ല അവന് കണ്ണിന് കാഴ്ച ഇല്ല. അതിന് കാരണം എന്നാ? കാര്യം പകലാന്ന് കാണണമെന്നുണ്ടെങ്കിൽ കണ്ണിന് കാഴ്ച വേണം. ഇതുപോലെ തന്നെയാണ് ഒരുവൻ ദൈവവൈദ്യനാണോ എന്നറിയാം എങ്ങനെ പോകുന്നു ക്രിസ്ത്യ ജീവിതം എന്ന് ചോദിക്കുമ്പോൾ അവൻ പറയും അവന്റെ ജീവിതത്തിലെ പ്രതിസന്ധികൾ, കഷ്ടതകൾ, വെല്ലുവിളികൾ, ശത്രുവിന്റെ പോരാട്ടങ്ങൾ. അത് കേൾക്കുമ്പോൾ മനസ്സിലാക്കണം, ഇവൻ ട്രാക്കിലുള്ളവനാണ്, ഇവൻ ദൈവ കൃപയിലുള്ളവരാണ്, ദൈവത്തിന്റെ പദ്ധതി പ്രകാരം മുമ്പോട്ട് പോകുകയാണ്. കാര്യം സഹോദര വർഗത്തിനെല്ലാം ഇതേ കഷ്ടപ്പാടുകൾ പൂർത്തിയായി വരുന്നു എന്നാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്, അല്ലേ? കരങ്ങളിൽ ദൈവം നമുക്ക് പ്രതിയാണ്. ഹല്ലേലൂയ. അപ്പോൾ സഹോദര വർഗത്തിന് എന്നെ പോലെ രക്ഷിക്കപ്പെട്ട് ദൈവകൃപയിൽ വന്ന പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച് വിശുദ്ധിക്കും വേർപാടിനും വേണ്ടി നിലനിന്നുകൊണ്ട് സ്വർഗത്തിലേക്ക് നോക്കി ജീവവചനത്തെ മുറുകെ പിടിച്ചിരിക്കുന്ന ഒരു ദൈവവചനത്തിന് പറയാൻ സാധിക്കും, എന്നെ പോലെ വിളിക്കപ്പെട്ടവരെല്ലാം ഇതേ പരീക്ഷയിലൂടെ തന്നെയാണ് പോകുന്നത്. അപ്പൊ നമ്മൾ മറ്റൊരുത്തരെ നോക്കിയിട്ട് പറയണം, അയ്യോ അവനൊന്നും ആ പ്രശ്നം ഇല്ലല്ലോ, ഇവർക്കൊന്നും ആ പ്രശ്നമൊന്നും അനുഭവിക്കുന്നില്ല. നമ്മൾ അത് ചിന്തിക്കേണ്ട കാര്യമില്ല. അത് നമ്മുടെ വിഷയമല്ല. കരങ്ങളോർത്ത് സൂചിച്ചാട്ടെ. ഹല്ലേലൂയ. നീ ദൈവവൈദ്യനാണെങ്കിൽ ദൈവത്തിന്റെ വചനം പറയുന്നത് സഹോദര വർഗത്തിനെല്ലാം ഈ പോരാട്ടത്തിൽ കൂടെ സ്തോത്രം അത് പൂർത്തീകരണം വന്നുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. സ്നാനപ്പെട്ട് സഭയ്ക്കകത്ത് വന്നിട്ടും ലോകരായിട്ട് ജീവിക്കുന്നവരുണ്ട്. ശ്രദ്ധിച്ചോണോ, അവൻ ദൈവകൃപയിലേക്ക് വന്നിട്ടില്ല. എപ്പോഴോ വിശ്വാസത്തിൽ പിന്മാറി.
പിശാച് നോക്കുന്ന ഒറ്റ കാര്യം എന്താണെന്നറിയാമോ? വിശ്വാസത്തിൽ നിന്ന് പിന്മാറിയ പിശാചിന്റെ പക്ഷത്തായി. പിന്നെ അവനെ പോരാടേണ്ട കാര്യമില്ലെന്ന് മനസ്സിലാക്കണം. ഒരുവൻ വീണുപോയാൽ അവനോട് പിന്നെ പിശാചിന് പോരാടേണ്ട കാര്യമില്ല. ഒരു ശത്രുവിന് കീഴ്പ്പെട്ടു പോയ ഒരു പടയാളി ഒരിക്കലും പിന്നെ അവന്റെ കഴുത്ത് വെട്ടാനും കൈ വെട്ടാനും സ്വത്രം കാല് വെട്ടാനും ഒന്നും ശത്രു വാളെടുക്കത്തില്ല. കീഴടങ്ങിയ ശത്രുക്കളുടെ മീതെ ഒരിക്കലും വാളെടുക്കേണ്ട ആവശ്യം ഒരു യോഗ്യതയോടുകൂടെ യുദ്ധം ചെയ്യുന്നവരില്ല. പിശാചിനെ മനസ്സിലാക്കണം. നമ്മെ കീഴടക്കിയിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് പോരാട്ടം വരുന്നില്ല. അപ്പൊ ജീവിതത്തിൽ, ക്രിസ്ത്യ ജീവിതത്തിൽ പോരാട്ടമില്ലാതെ ആരെങ്കിലും പോകുന്നുണ്ടോ? മനസ്സിലാക്കണം, ദൈവത്തിലേക്ക് അടുത്ത് വന്നിട്ടില്ല. ഹല്ലേലൂയ. അപ്പോൾ ദൈവത്തിന്റെ വചനം വളരെ ശ്രദ്ധയോടുകൂടെ നമ്മളൊന്ന് തിരിച്ചറിയണം. എന്നോട് ദൈവത്തിന്റെ ആത്മാവ് ഈ വചനം എടുക്കാൻ പറഞ്ഞു, ഈ ഭാഗം എടുക്കാൻ പറഞ്ഞു. മറ്റൊരു ഭാഗവും കൂടെ ഉണ്ട്, അതും കൂടെ എടുക്കണം. എന്നാൽ ഈ ഭാഗം നമുക്കൊന്ന് അടുത്ത് വായിച്ച് ഒരു പൂർണ്ണത വന്നതിന് ശേഷം നമുക്ക് കടന്നു പോകാം. സ്തോത്രം. അതിന്റെ 9-ാം വാക്യമാണ് നമ്മൾ വായിച്ചത്. സ്തോത്രം. അവിടെ പറയുന്നത് സ്തോത്രം, വിശ്വാസത്തിൽ സ്ഥിരമുള്ളവരായി അവനോട് എതിർത്ത് നിൽക്കുവാൻ എന്നാൽ അല്പകാലത്തേക്ക് കഷ്ടം സഹിക്കുന്ന നിങ്ങളെ ക്രിസ്തുവിൽ തന്റെ നിത്യ തേജസ്സിനായി വിളിച്ചിരിക്കുന്ന സർവ്വകൃപാലുവായ ദൈവം തന്നെ യഥാസ്ഥാനപ്പെടുത്തി ഉറപ്പിച്ച് ശക്തീകരിക്കും. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് കർത്താവ് എന്താണ് ചെയ്യുന്നത്. സ്തോത്രം. പോരാട്ടം വരുമ്പോൾ അവിടെ കർത്താവ് ചെയ്യുന്ന കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. അവിടെ പറയുന്ന കാര്യമാണ്, എന്നാൽ അല്പകാലത്തേക്ക് കഷ്ടം സഹിക്കുന്ന നിങ്ങളെ ക്രിസ്തുവിൽ തന്റെ നിത്യ തേജസ്സിന്. അപ്പോൾ നമ്മളിൽ തേജസ് വരണമെന്നുണ്ടെങ്കിൽ പ്രതിയോഗിയാകുന്ന പിശാചിന്റെ മുമ്പിൽ നമ്മൾ ഈ ആയുസ്സിൽ ജയിച്ചേ പറ്റൂ. അനേകർ പ്രാർത്ഥിക്കാൻ റെഡിയല്ല, ആരാധിക്കാൻ റെഡിയല്ല, ഉണരാൻ റെഡിയല്ല, നിർമ്മതരായിരിക്കാൻ റെഡിയല്ല. അങ്ങനെയുള്ളവർക്ക് പോരാട്ടവും ഇല്ല. ശ്രദ്ധിക്കണം കേട്ടോ, പറയുന്ന അർത്ഥം മനസ്സിലാക്കണേ. ഇവിടെ ഈ വചനം കേൾക്കുമ്പോൾ മറ്റാർക്ക് വേണ്ടിയാണെന്നല്ല, നിങ്ങളോടാണ് ഈ സംസാരിക്കുന്നത്. വചനം കേൾക്കുന്നത് നിങ്ങൾ വേറെ ആരെ പ്രതികൂട്ടി കേട്ടണ്ട, എല്ലാവരോടും പറയുന്നത്. അതുകൊണ്ട് മനസ്സിലാക്കണം, നിർമ്മതരായിരിക്കുന്നില്ലെങ്കിൽ, ഉണരാൻ വ്യക്തിപരമായ ഉത്സവത്തെ തീരുമാനിക്കുന്നില്ലെങ്കിൽ പിശാചിനെ ജയിക്കാൻ സാധിക്കത്തില്ല. ഹല്ലേലൂയ. കാര്യം ശ്രദ്ധിക്കണം. ഈ ജീവകിരീടം പ്രാപിക്കുക, അല്ലെങ്കിൽ ഇവിടെ വായിക്കുന്നത് എന്താണ്? നിങ്ങൾ ക്രിസ്തുവിൽ നിത്യ തേജസ്സിനായി വിളിച്ചിരിക്കുന്നു, അല്ലെ? ആ നിത്യ തേജസ്, ആ തേജസ് പ്രാപിക്കുക എന്ന് പറഞ്ഞാൽ എളുപ്പമല്ല. ഇത് ഓരോ കുടുംബത്തിന് കൊടുക്കുന്ന കാര്യമല്ല, പിന്നെ അങ്ങനെയാ വ്യക്തിപരമായിട്ട് കിട്ടുന്ന കാര്യമാണ്. ഞാൻ പോയി ദൈവസന്നിധിയിൽ ഈ ശത്രുവാകുന്ന പിശാചിനെ വ്യക്തിപരമായ ജീവിതത്തിൽ ദൈവ കൃപയിൽ ഇരുന്ന് അവനെ ജയിച്ചെങ്കിൽ മാത്രമേ എന്റെ മർത്യ ശരീരം രൂപാന്തരം പ്രാപിക്കുകയുള്ളൂ. എന്റെ ശരീരം ദൈവസന്നിധി ചെല്ലുമ്പോൾ അതിന് ജീവ കിരീടം പ്രാപിക്കത്തുള്ളൂ. ഇത് വ്യക്തിപരമാണ്. അല്ലാതെ അപ്പനോ അമ്മയോ വിശ്വാസത്തിൽ നിന്ന് പ്രാർത്ഥിച്ച മക്കൾ കിട്ടുന്നില്ല. മക്കൾ ദൈവകൃപയുണ്ടല്ലേ അപ്പനോ അമ്മയ്ക്കും കിട്ടുന്നില്ല. ഹല്ലേലൂയ. ഇത് വ്യക്തിപരമായി ദൈവസന്നിധിയിൽ വന്നാൽ മാത്രമേ ഇത് കിട്ടുകയുള്ളൂ. ചിലർ, ഞാൻ ഈ പെന്തക്കോസ്തിന്റെ അടുത്ത് കാണുന്ന ഒരു വലിയൊരു ഒരു കാഴ്ച ഇതാണ്. കാര്യം, അപ്പനും അമ്മയും വളരെ ശക്തമായിട്ട് ദൈവത്തിന് വേണ്ടി നിൽക്കും. അവരുടെ മക്കൾ പ്രാർത്ഥിക്കുന്നില്ല, ആരാധിക്കുന്നില്ല, ദൈവകൃപയിലേക്ക് വരുന്നില്ല, അല്പം പോലും ദൈവത്തെ അന്വേഷിക്കുന്നില്ല. അവരുടെ വിശ്വാസം, എനിക്ക് തോന്നുന്ന കാര്യമാണ് ഞാൻ പറയുന്നത്, അവരുടെ വിശ്വാസം ഒരുപക്ഷെ എന്റെ അപ്പനും അമ്മയും ഇരുന്ന് പ്രാർത്ഥിച്ചാൽ ഞാൻ എല്ലാ കാര്യം രക്ഷപ്പെടും. ഒന്ന്. രണ്ടാമത്, കർത്താവിന്റെ വരയിൽ ഇവരുടെ പ്രാർത്ഥനയുടെ അകമ്പടിയോടെ ഞാൻ രൂപാന്തരം പ്രാപിക്കുമെന്നുള്ള ചിന്ത ഒത്തിരി പേരെ ധരിക്കുന്നുണ്ട്. പക്ഷെ മറച്ചിട്ട് കഴിഞ്ഞാൽ ചില മക്കൾ ദൈവഭാഗത്തേക്ക് വരും, അഭിഷേകം പ്രാപിക്കും, കൃപ പ്രാപിക്കും, ദൈവസന്നിധി നിൽക്കും. അപ്പനും അമ്മ പ്രാർത്ഥിക്കുന്നില്ല, ആരാധിക്കുന്നില്ല, പഴയ ജഡിക സ്വഭാവം വിടാതെ പഴയ സൃഷ്ടിയായിട്ട് ജീവിക്കും. എന്നിട്ട് ആ മക്കളെ നോക്കും, പ്രാർത്ഥിക്കുന്ന മകനെയോ മകളെയോ നോക്കിയിട്ട് ചിന്തിക്കും, ഓ എന്റെ കുഞ്ഞാണെ പ്രാർത്ഥിക്കുന്നുണ്ട്. നീ അത് പറഞ്ഞിട്ട് ഈ മറിഞ്ഞു വീഴുക അപ്പുറത്ത്. ഈ സ്വഭാവം ഉള്ളതൊക്കെ ചിന്തിച്ചോളം മാനസാന്തരപ്പെടണം. മനസ്സിലാകുന്നുണ്ടോ? അതുകൊണ്ട് ദൈവ സന്നിധി ക്രമീകരിക്കപ്പെടണം. ഞാൻ പറഞ്ഞു, നിത്യത എന്ന് പറയുന്ന ഒരു അറിവല്ല, നിത്യത എന്ന് പറയുന്ന ഒരു യാഥാർത്ഥ്യമാണ്. ആമേൻ. നാം ഇവിടെ ഇരിക്കുന്നത് പോലെ നമ്മുടെ മർത്യ ശരീരം വിട്ടാൽ നമ്മൾ ദൈവ രാജ്യത്തിൽ ചെല്ലണം. ആമേൻ. ഹല്ലേലൂയ. ഇത് വെറുതെ ഉള്ളൊരു കാര്യമല്ല. ദൈവരാജ്യത്തിൽ ചെല്ലുമ്പോ അവിടെ ചോദിക്കുന്നത്, നീ ഭൂമിയിൽ നിന്ന് എത്ര ഡിഗ്രി എടുത്തു എന്നൊന്നും ചോദിക്കുന്നില്ല. നീ ഇവിടെ എങ്ങനെയൊക്കെ ജീവിച്ചു എന്ന് ചോദിക്കുന്നുണ്ട്. അതിന് ന്യായം കിടപ്പുണ്ട്. പക്ഷേ ഇവിടെ നീ എന്തെങ്കിലും സമ്പാദിച്ചതോ കൊടുത്തതോ എടുത്തതോ ഒന്നും കർത്താവ് ദൈവസന്നിധി ചോദിക്കുന്നില്ല. കർത്താവ് ഒറ്റ കാര്യം ചോദിക്കുന്നു, ഞാൻ നിന്നെ ഏൽപ്പിച്ചത് എന്തായി? ഞാൻ നിന്നെ 5 താലന്ത് ഏൽപ്പിച്ചു, എന്തായി? നിന്നെ 2 താലന്ത് ഏൽപ്പിച്ചു, എന്തായി? നിന്നെ 1 ഏൽപ്പിച്ചു, അതെന്തായി? കർത്താവ് അങ്ങനെയാ. കർത്താവ് തരാത്തതിനെ കുറിച്ച്
ചോദിക്കില്ല, തന്നതിനെ കുറിച്ചാ ചോദിക്കത്തുള്ളൂ. കാര്യങ്ങൾ ദൈവത്തെ സൂക്ഷിച്ചാട്ടെ. ഹല്ലേലൂയ. നിനക്ക് നൽകിയത് എന്തായിന്നാ കർത്താവ് ചോദിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്റെ ഒരു കൂട്ടുകാരൻ എന്നോട് ഒരിക്കൽ പറഞ്ഞൊരു കാര്യമുണ്ട്. ഞാൻ വളരെ ഭാരപ്പെട്ട് ശുശ്രൂഷയിൽ ആരംഭകാലത്ത് പ്രതിസന്ധിയിൽ ഇരുന്ന സമയത്ത് എന്നോട് എൻ്റെ ഒരു കൂട്ടുകാരൻ, അവനും ഇതുപോലെ ബൈബിൾ കോളേജിൽ പഠിച്ച് ദൈവവേല ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ദൈവദാസനാണ്. ആ ദൈവദാസൻ എന്നോട് ഒരു കാര്യമുണ്ട്, വിൻസന്റെ സ്തോത്രം, നീ എവിടെ പോയി എന്തൊക്കെ ചെയ്തു എന്നുള്ളതൊന്നും അല്ല വിഷയം. കർത്താവ് ചോദിക്കുന്ന ഒറ്റ കാര്യം, ഞാൻ നിന്നെ ഏൽപ്പിച്ചത് എന്തായിന്നാ ചോദിക്കുന്നത്. അപ്പൊ അത് കേട്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ദൈവം ഏൽപ്പിച്ചത് എന്തായി എന്നുള്ളതാണ് ഞാൻ കണക്ക് ബോധിപ്പിക്കേണ്ടത്. മനസ്സിലാക്കണം, നമ്മളെ ഓരോരുത്തരെ ദൈവം ഏൽപ്പിച്ചതുണ്ട്, അതിന് നമ്മൾ കണക്ക് കൊടുക്കേണ്ടി വരും ഓരോരുത്തരും. ഹല്ലേലൂയ. ഒരു കാര്യം ഞാൻ പറയാം കേട്ടോ, ലോക സംഭവങ്ങൾ, യുദ്ധങ്ങൾ, സാമ്പത്തിക പ്രതിസന്ധി, പ്രകൃതി സ്തോത്രം, വന്യമൃഗങ്ങള്, അതുപോലെ സാമൂഹിക പ്രശ്നങ്ങൾ, മനുഷ്യന്റെ പാപത്തിന്റെ കടുത്ത്, ഇതെല്ലാം വർദ്ധിച്ച് 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 വല്ലാതെ ഉയർന്നുകൊണ്ടായിരിക്കുന്നത്. ഇതെല്ലാം വിളിച്ചോതുന്നത് എന്താണെന്നറിയാമോ? കർത്താവായ യേശു ക്രിസ്തുവിന്റെ മടങ്ങി വരവ് വളരെ അടുത്താണ്. അതിനുശേഷം ഈ ഭൂമി മഹോപദ്രവത്തിലേക്ക് പോകാൻ പോവുകയാണ്. ഇന്ന് നിങ്ങൾക്കറിയാവോ, സുവിശേഷം പറഞ്ഞ് മനുഷ്യൻ രക്ഷിക്കപ്പെടുന്നില്ല. അതിന് കാരണം മറ്റൊന്നുമല്ല, ഇവർ ദൈവത്തെക്കാൾ, ദൈവത്തിന്റെ നീതിയേക്കാൾ അധികം ലോകത്തെ അധികം സ്നേഹിക്കാൻ പിശാചിന് ലോകത്തെ വല്ലാതെ ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ അകത്ത് വീണു പോകുന്ന പെന്തക്കോസ്തുകാരുമുണ്ട്. ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. മനസ്സ് കൈവിടപ്പെട്ടു പോയ ഈ സൗഭാഗ്യങ്ങൾ ഞൊടിയുടെ നേരം കൊണ്ട് നിൽക്കും. ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ദൈവസഭ എടുക്കപ്പെടുന്ന രംഗം, ഈ ഭൂമി തകർന്ന് തരിപ്പടമോ നിങ്ങൾക്കറിയാവോ? ദൈവസഭ നിങ്ങൾക്കറിയാവോ? കർത്താവായ യേശു ക്രിസ്തു സ്തോത്രം ഉയർക്കപ്പെടുന്ന സമയത്ത്, സ്വർഗാരോഹണം ചെയ്യുന്ന സമയത്ത് കർത്താവായ യേശു ക്രിസ്തു ഞാൻ പോയതുപോലെ മടങ്ങി ഞാൻ വരും. എന്നാൽ ദൈവത്തിൽ കർത്താവ് ഭൂമിയിൽ എല്ലായിടത്തും ഉള്ള വിശുദ്ധന്മാരെ സ്വർഗം എടുക്കുവാൻ, ഇപ്പൊ കേരളത്തിൽ ഇപ്പൊ തൊടുപുഴയിലുള്ള വിശുദ്ധന്മാരുണ്ടെങ്കിൽ, ഇപ്പൊ അവിടുന്ന് മുണ്ടമുടിയിൽ നിന്ന് വന്നു, നിങ്ങൾ അവിടുന്ന് മുട്ടത്തുനിന്ന് വന്ന അവിടുന്ന് ഉണ്ടെങ്കിൽ, കോളപ്പുഴ എന്നുള്ള അവരുണ്ട്, ഇല്ലെങ്കിൽ മൂവാറ്റുപുഴ എന്നുള്ളവര്, പാലായിൽ നിന്നുള്ളവര്, ഈ സമയ പ്രദേശങ്ങളിൽ നിന്നൊക്കെ ഉള്ളവര്, ഈ പ്രദേശങ്ങളിൽ നിന്നുള്ള ഓരോ വിശുദ്ധനെ സ്വർഗം നോക്കി വെച്ചിട്ടുണ്ട്. അവരെ സ്വർഗം എടുക്കുവാൻ നേരമാകുമ്പോൾ, കാഹളം ധ്വനിക്കുമ്പോൾ സ്വന്തം മനസ്സിൽ ശരീരം രൂപാന്തരപ്പെടുകയും ഞൊടിയുടെ നേരം കൊണ്ട് മേഘം ഇവിടെ ഇറങ്ങി വരും. ആ മേഘത്തിലാണ് എടുക്കപ്പെടുന്നത്. ഇത് സംഭവിക്കുന്ന സമയത്ത് ഈ ഭൂമിയിൽ ശക്തമായ കൊടുങ്കാറ്റടിക്കും, ശക്തമായ ഭൂമി കുലുക്കം ഉണ്ടാകും. ഹല്ലേലൂയ. ഇപ്പൊ 4 റിക്ടർ സ്കെയിലോ 3 റിക്ടർ സ്കെയിലോ അടിച്ചു കഴിഞ്ഞാൽ അവിടെ ഒരു ഡാം പൊട്ടാൻ കിടപ്പുണ്ട്. അന്ന് എടുക്കപ്പെടുമ്പോ സകല ഡാമും പൊട്ടും. കാര്യം ഈ ഭൂമി കുടഞ്ഞെറിയുന്നത് പോലെയാണ്. പിന്നീട് ഒരു സ്വാഭാവിക ജീവിതമില്ല. ശ്രദ്ധിക്കുന്നുണ്ടോ? ഒരു സാധാരണ ജീവിതം പിന്നീട് ഈ ഭൂമിക്കില്ല. ആ അവസ്ഥയിലേക്ക് ഈ ഭൂമി തകർത്തെറിയപ്പെടുവാൻ പോവുകയാണ്. ഇനി അങ്ങനെ ഒരു കാലഘട്ടത്തിലേക്ക് ചെല്ലുന്നതിന് മുമ്പാണ് ഞാൻ നിങ്ങൾ കർത്താവിന്റെ രാജ്യത്തിൽ എടുക്കപ്പെടേണ്ടത്. അതുകൊണ്ട് രക്ഷ വ്യക്തിപരമാണ്. നമ്മൾ ചിന്തിക്കുന്നത് പോലെ ഇത് ദുഷ്ടന്മാർക്ക് അനുഭവിക്കാനല്ല ഇന്ന് ഈ ഭൂമി ഇരിക്കുന്നത്. ഇന്ന് ഈ ഭൂമിയിൽ വിശുദ്ധന്മാരുണ്ട്. അവർ ദൈവരാജ്യത്തിൽ എടുക്കപ്പെടുന്നത് വരെ ഇത് സ്വാഭാവികമായി ശാന്തതയോടും സമാധാനത്തോടും കൂടെ ഈ ഭൂമിയിലെ സകല കാര്യങ്ങളും നടത്തപ്പെടുന്നതിന് കാരണം ഈ ഭൂമിയിൽ പരിശുദ്ധാത്മാവുണ്ട്. പരിശുദ്ധാത്മാവ് എടുക്കപ്പെട്ട് കഴിഞ്ഞാൽ ഈ ഭൂമിയിൽ സമാധാനമില്ല. ദൈവത്തിന്റെ ഓഹരിയെ സ്വർഗം എടുത്തു കഴിഞ്ഞാൽ പിന്നീട് ഈ ഭൂമിയിലേക്ക് ദൈവം മനുഷ്യനുമായിട്ട് ബന്ധമില്ലെന്ന് മനസ്സിലാക്കിക്കോണം. ഇതിൽ നിന്ന് രക്ഷ പ്രാപിക്കേണ്ടതാണ് ദൈവസഭയ്ക്കകത്ത് വരേണ്ടത്. സ്തോത്രം, ഒരുങ്ങേണ്ടത്. ഇതൊന്നും പ്രാപിക്കാതെ കൈവിടപ്പെട്ടാൽ മനസ്സിലാക്കണം, പിന്നീട് തിരിഞ്ഞു വരുവാനോ സമാധാനം അനുഭവിക്കുന്ന ഒരു കാലഘട്ടമില്ല. ഹല്ലേലൂയ. ഇതിന് ശേഷം എന്നാ സിലിക്കൺ മൈക്രോചിപ്പ് വരും. അത് എല്ലാ മനുഷ്യരുടെയും കയ്യിലേക്കും വലതു തെറ്റിയിലും കയ്യിലും വരുവാനായിട്ട് പോവുക. അത് ഓൾറെഡി വന്നു. അത് മോട്ടോറോള കമ്പനി തന്നെ അത് പുറത്തു വിടുന്നത്. ഈ സാധനം വന്ന് എല്ലാ മനുഷ്യരുടെ കയ്യിലും നെറ്റിയിലും ഈ സാധനം വരും. അങ്ങനെ ഇതിനെല്ലാം കൺട്രോൾ ചെയ്യാൻ ഒരു വേൾഡ് വൈഡ് ഒരു സിസ്റ്റം കയറി വരും. ഇന്ന് കാണുന്ന രാഷ്ട്രീയം എല്ലാം ഒന്ന് പോകും. ടെക്നോളജി ഭരിക്കുന്ന ഒരു കാലഘട്ടം വരും. ആ ടെക്നോളജിയുടെ പിന്നിൽ ഒരു വ്യക്തി നിന്ന് ഭരിക്കും. ഇതൊക്കെ ഇനി ഭൂമി കാണുവാൻ പോകുകയാണ്. ഹല്ലേലൂയ. അവിടെ ചെന്നിരുന്ന് സന്തോഷിക്കാമെന്ന് ആരും വിചാരിക്കേണ്ട. ഇന്ന് ഇത്രയും മനുഷ്യർ ഈ ഭൂമിയിൽ ഇരിക്കെ ഇതിന്റെ നടുവിൽ 2 or 3 പേരാണെന്ന് ഓർക്കണം ഈ സത്യം തിരിച്ചറിയാൻ ഇടയാകുന്നത്. അതിന്റെ അകത്തുനിന്നും കർത്താവിന് വേണ്ടി കാന്തയുടെ നിലവാരത്തിൽ ഒരുങ്ങിയിരിക്കുന്നവരെ ചേർക്കാനാണ് യേശു ക്രിസ്തു മടങ്ങി വരുന്നത്. നിങ്ങൾ ഒരുങ്ങിയിട്ടുണ്ടോ? ഇന്ന് പകൽനേരം ചിന്തിക്കണം. വ്യക്തിപരമാണ്. ഹല്ലേലൂയ. പ്രാർത്ഥിക്കാതെയും അഭിഷേകം സൂക്ഷിക്കാതെയും ദൈവം ഏൽപ്പിച്ചതിനെ തിരിച്ചറിയാതെ ശണ്ഠയും വൈരാഗ്യവും വിദ്വേഷവും പകയും വെച്ചുകൊണ്ട് സഹോദരനെ മലിനപ്പെടുത്തിക്കൊണ്ടിരിക്കുവാൻ പിശാചിന്റെ കയ്യാളായിട്ട് ഇരിക്കല്ലേ. ഇന്ന് പകൽനേരം മാനസാന്തരപ്പെട്ട് മടങ്ങുക.
ദൈവ സന്നിധിയിൽ ഒന്ന് മടങ്ങി വരവിനായിട്ട് ഇത് പകവേറെന്നിടയായി തീരണം. ഏൽപ്പിച്ചു കൊടുക്കണം. പിശാചിനെ കുറിച്ച് പറഞ്ഞു, അവൻ അലറുന്ന സിംഹമാണ്. അലറുന്ന സിംഹമാണ്. ശ്രദ്ധിക്കണം, ദൈവത്തിന് പദ്ധതിയുണ്ടോ? അവന് പരീക്ഷയും പോരാട്ടവും ഉണ്ട്. ഒരു കാര്യം മനസ്സിലാക്കണം, പരീക്ഷയും പോരാട്ടവും കടന്നു വരുന്നു. നമ്മൾ വായിച്ചു, എന്താണ് അവിടെ വായിക്കുന്നത്? സ്തോത്രം. എന്താണ് 10-ാം വാക്യം? എന്നാൽ അല്പകാലത്തിലേക്ക് കഷ്ടം സഹിക്കുന്ന നിങ്ങളെ ക്രിസ്തുവിൽ തന്റെ നിത്യദേശനായി സർവകൃപാലുവായി. അപ്പൊ കർത്താവ് കൃപാലുവാണ്. ശ്രദ്ധിക്കണം, കർത്താവ് കൃപയുടെ പൂർണ്ണതയാണ് കർത്താവായ യേശു ക്രിസ്തു. അവൻ നമ്മളെ രക്ഷിച്ചു. ഇതാണ് കാരണം. നമുക്ക് ഈ നന്ദി ദൈവത്തോട് വേണം. ശ്രദ്ധിക്കണം കേട്ടോ. സഹോദരൻ, ഞാനൊരു CSI സമുദായത്തിൽ കിടന്ന വ്യക്തി. സഹോദരം, ഇന്ന് 2010 മുമ്പുള്ള കാലഘട്ടം ഞാൻ ചിന്തിക്കുമ്പോൾ അന്ന് എന്നെ ദൈവവുമായിട്ട് ഒരു ബന്ധവുമില്ല. അഭിഷേകം പ്രാപിച്ച് ദൈവാത്മാവുമായിട്ട് ഒരു ബന്ധവുമില്ല. അവർ കാണുന്ന നിലവാരത്തിലുള്ള പ്രാർത്ഥനകളും കാര്യങ്ങളുമായിട്ട് മാത്രം മുമ്പോട്ട് ബുദ്ധി കൊണ്ട് പാടും, ബുദ്ധി കൊണ്ട് പ്രാർത്ഥിക്കും, ബുദ്ധി കൊണ്ട് കാര്യങ്ങൾ ചെയ്യുന്നു. പക്ഷെ ആത്മാവുമായിട്ട് ദൈവാത്മാവുമായിട്ട് ബന്ധമില്ല. കാരണം പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചിട്ടില്ലായിരുന്നു. എന്നാൽ ഞാൻ രക്ഷിക്കപ്പെട്ട് ദൈവകൃപയിലേക്ക് വന്നപ്പോൾ എനിക്ക് ഒരു കാര്യം മനസ്സിലായി. രക്ഷ എന്ന് പറയുന്നത് വ്യക്തിപരമായ അപ്പനും അമ്മയും പ്രാർത്ഥിച്ചാലോ മറ്റാരെങ്കിലും ദൈവസന്നിധി ഇരുന്നാലൊന്നും നമ്മുടെ ആത്മാവ് രക്ഷ പ്രാപിക്കത്തില്ല. രക്ഷ വ്യക്തിപരമാണ്. ഒരുക്കപ്പെട്ടിരിക്കുന്നവനെ സ്വർഗം കൊണ്ടുപോകും. ഹല്ലേലൂയ. സ്വർഗം കൊണ്ടുപോകുന്ന ഒരുക്കപ്പെട്ടിരിക്കുന്നവരുടെ നടുവിലാണ്. ആമേൻ. അടുത്ത 2-3 വാക്യം ഒന്ന് വായിച്ചാട്ടെ. എന്നാൽ അല്പകാലത്തേക്ക് കഷ്ടം സഹിക്കുന്ന നിങ്ങളെ ക്രിസ്തുവിൽ തന്റെ നിത്യദേശനായി വിളിച്ചിരിക്കുന്ന സർവകൃപാലുവായ ദൈവം തന്നെ യഥാസ്ഥാനപ്പെടുത്തി ഉറപ്പിച്ച് ശക്തീകരിക്കും. ബലം എന്നെ എന്നേക്കുള്ളത്. ആമേൻ. സഹോദരൻ, നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമുക്കതിന് വേറൊരു ഭാഗം നമുക്ക് വായിക്കാം. മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം യുഗാന്തി വിഷയത്തെ കുറിച്ച് വ്യക്തമാക്കുന്ന ഭാഗമാണ് മത്തായി. സ്തോത്രം. ഈ പറഞ്ഞ മത്തായി സുവിശേഷം 24, ലൂക്കോസ് 21, അതുപോലെ മർക്കോസ് 13 അധ്യായങ്ങൾ എന്ന് പറയുന്നത് എസ്കറ്റോളജിക്കൽ സ്തോത്രം സബ്ജക്റ്റ് അല്ലെങ്കിൽ യുഗാന്തി വിഷയങ്ങളെ കുറിച്ച് വ്യക്തമായിട്ട് പ്രതിപാദിക്കുന്ന അധ്യായങ്ങളാണ്. യേശു ക്രിസ്തു തന്നെയും ഒലിവുമലയിൽ ഇരുന്നു കൊണ്ട് യുഗത്തിന്റെ അന്ത്യത്തിൽ വരുന്ന അല്ലെങ്കിൽ ലോക സംഭവങ്ങളിൽ പ്രധാനപ്പെട്ട വിഷയങ്ങൾ എന്തൊക്കെയാണ് ഇന്ന് നടക്കുവാൻ പോകുന്നതെന്ന് വ്യക്തമായി വരച്ചു കാണിച്ചിരിക്കുന്ന ഭാഗങ്ങളാണ് ഈ പറഞ്ഞ പുസ്തകങ്ങളിൽ അധ്യായങ്ങൾ ഓരോന്നും. 24-ാം അധ്യായത്തിലാണ്. സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതിന്റെ 33 മുതൽ നമ്മൾ വായിക്കാം. അങ്ങനെ നിങ്ങൾ ഇതൊക്കെയും കാണുമ്പോൾ അവൻ അടുക്കൽ വാതിക്കൽ തന്നെ ആയിരിക്കുന്നു എന്ന് അറിഞ്ഞ് കൊള്ളുവിൻ. സ്തോത്രം. 34-ാം വാക്യം. ഇതൊക്കെയും സംഭവിക്കുവോളം ഈ തലമുറ ഒഴിഞ്ഞു പോകുകയില്ലെന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട്. അടുത്ത വാക്യം. ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും. ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും, എന്റെ വചനങ്ങളോ ഒഴിഞ്ഞു പോകുകയില്ല. എന്റെ വചനങ്ങളോ ഒഴിഞ്ഞു പോകുകയില്ല. അടുത്തത്. ആ നാളും നാഴികയും സംബന്ധിച്ചോ എന്റെ പിതാവല്ലാതെ ആരും സ്വർഗത്തിലെ ദൂതന്മാരും പുത്രനും കൂടെ അറിയുന്നില്ല. അടുത്തത്. നോഹയുടെ കാലം പോലെ തന്നെ. ശ്രദ്ധിക്കണം കേട്ടോ. ഇവിടെ യേശു ക്രിസ്തു നേരെ പറയുന്ന ഒരു കാര്യമാണ്. നോഹയുടെ കാലത്തെയാണ് ഇവിടെ പറയുന്നത്. നോഹയുടെ കാലം പോലെ തന്നെ മനുഷ്യപുത്രന്റെ വരവും ആകും. ഇവിടെ ശ്രദ്ധിക്കണം. നോഹയുടെ കാലം പോലെ മനുഷ്യപുത്രന്റെ വരവ്. ഈ മനുഷ്യപുത്രനാകുന്ന യേശു ക്രിസ്തു തന്നെ പറയുകയാണ്, ദൈവപുത്രന്റെ വരവ് സ്വർഗത്തിലെ പിതാവല്ലാതെ ആരും അറിയുന്നില്ല. പുത്രനും അറിയുന്നില്ല, പിതാവായ ദൈവമല്ലാതെ വേറെ ആരും അറിയുന്നില്ല. കാര്യം ഭൂമിയിൽ ഒരുക്കപ്പെട്ടിരിക്കുന്ന വിശുദ്ധന്മാരെ ചേർത്തുകൊണ്ട് വരുവാൻ സ്വർഗീയ പിതാവ് അരുളി ചെയ്യുമ്പോൾ അത് അനുസരിച്ച് പുറപ്പെടുകയാണ് യഥാർത്ഥത്തിൽ പുത്രനാകുന്ന യേശു ക്രിസ്തു. കാര്യം ഭൂമിയുടെ സകല സൃഷ്ടിയുടെ മേലുള്ള അധികാരം സ്വർഗീയ പിതാവിനാണ്. അപ്പോൾ ദൈവസഭ ഭൂമിയിൽ ഒരുക്കപ്പെട്ടിട്ടുണ്ടോ? അല്ലെ കാന്തയുടെ നിലവാരത്തിൽ കാന്തനാകുന്ന ക്രിസ്തുവിന് തുല്യമായി എന്ന് പറഞ്ഞ കാന്തനും കാന്തയും അല്ല ബ്രൈഡ് ആൻഡ് ഗ്രൂമിനൊപ്പം ബ്രൈഡ് ഒരുക്കപ്പെട്ടിട്ടുണ്ടോ? അതിന് തുല്യമായിട്ട് സ്തോത്രം അവിടെ നിന്നെങ്കിൽ മാത്രമേ സ്തോത്രം അവിടെ തിരിച്ചറിയത്തുള്ളൂ. അപ്പൊ കാന്തന്റെ ആത്മീകം, കാന്തന്റെ തേജസ്, കാന്തന്റെ വിശുദ്ധി, കാന്തന്റെ സ്തോത്രം ഹല്ലേലൂയ വെളിപ്പാടുകൾ കൊത്തവണ്ണം ഒരു മനുഷ്യാത്മാവ് ഈ ഭൂമിയിൽ ഒരുക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാത്രമേ കാന്തയുടെ നിലവാരത്തിലേക്ക് വരികയുള്ളൂ. ശ്രദ്ധിക്കണം, കാന്തയുടെ നിലവാരത്തിലേക്ക് വരികയുള്ളൂ. അപ്പോൾ കാന്തയാകുന്ന ദൈവസഭ ഒരുക്കപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളത് അറിയുന്ന ആരാന്നറിയാവോ? സ്വർഗീയ പിതാവ് മാത്രമേ ഉള്ളൂ. ആമേൻ, ഹല്ലേലൂയ. ഇതറിയാവോ? ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കേട്ടിട്ടുണ്ടോ?
ആഴങ്ങൾ നമ്മൾ അറിയണം. 24-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ, ഈ പറഞ്ഞ ഭാഗങ്ങളെല്ലാം വായിക്കുമ്പോൾ കാന്തയെ കുറിച്ച് വ്യക്തമാണ്. ഹല്ലേലൂയ. കാന്തയെ കുറിച്ച് വ്യക്തമാകുന്നത് സ്തോത്രം കർത്താവായ യേശു ക്രിസ്തുവിന്റെ തേജസ്സിനും വിശുദ്ധിക്കും ഒത്തവണ്ണം ഒരുക്കപ്പെട്ട് കഴിയുമ്പോൾ മാത്രമാണ് അവരുടെ ശരീരം രൂപാന്തരപ്പെടുകയുള്ളൂ. ഹല്ലേലൂയ. നമ്മൾ ആ ഭാഗം വായിക്കാം. അവിടെ നോഹയുടെ കാലം പോലെ എന്നാണ് അവർ പറയുന്നത്. നോഹയുടെ കാലത്ത് എന്താ സംഭവിച്ചത്? നോഹയുടെ കാലത്ത് എന്താ സംഭവിച്ചേ? ജലപ്രളയം വന്നു. സ്തോത്രം. ജലപ്രളയം വരുന്നത് വരെയും മുമ്പുള്ള കാലത്ത് നോഹ പെട്ടകത്തിൽ കയറിയ നാൾ വരെ അവർ തിന്നും കുടിച്ചും വിവാഹം കഴിച്ചും വിവാഹത്തിന് കൊടുത്തും പോന്നു. അടുത്തത് ജലപ്രളയം വന്ന് എല്ലാവരെയും നീക്കിക്കളയുമ്പോഴും അവർ അറിഞ്ഞതുമില്ല. ഈ വാക്യം ശ്രദ്ധിച്ചപ്പോ ചിലരറിയാതെ ജീവിക്കുന്നുണ്ട് ഇതിന്റെ അകത്ത്. ചിലരറിയാതെ ജീവിക്കുന്നുണ്ട്. അവര് സുവിശേഷം കേട്ടാലും വിശ്വസിക്കില്ല, ദൈവത്തിലേക്ക് വരികയില്ല, കർത്താവിന്റെ മുഖം അന്വേഷിക്കുകയില്ല. അങ്ങനെ ഒരു ഗ്രൂപ്പ് സ്തോത്രം ഇതിന്റെ അകത്തുണ്ട്. ഇന്ന് വിശ്വാസകോളത്തിന്റെ അകത്ത് തന്നെ വ്യക്തമായിട്ടുണ്ട്. അവരെയാണ് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഈ അലറുന്ന സിംഹം പിടിച്ച് ഇരയാക്കി വെച്ചിരിക്കുന്ന അങ്ങനെയുള്ളവരാണ്. പെട്ടകത്തിൽ കയറേണ്ട സമയം വന്നപ്പോൾ സിംഹത്തിന്റെ വായിലിരിക്കുന്നവനൊന്നും ഒരുങ്ങിയില്ല. സിംഹത്തിന്റെ വായില് ഇരുന്ന് ഇരയായിരിക്കുന്നവരാരും പ്രളയത്തിൽ നിന്ന് രക്ഷപ്പെടത്തില്ല. ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. അപ്പോൾ യേശു ക്രിസ്തു തന്നെ ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. എന്താണ്? ജലപ്രളയം സ്തോത്രം വന്ന് എല്ലാവരും നീക്കിക്കളയുവോളം അവർ അറിഞ്ഞതുമില്ല. മനുഷ്യപുത്രന്റെ വരവും അങ്ങനെ തന്നെ. ശ്രദ്ധിച്ച, മനുഷ്യപുത്രന്റെ വരവ് നോഹയുടെ കാലം പോലെ മനുഷ്യപുത്രന്റെ വരവാകുമ്പോ നോഹയുടെ കാലഘട്ടത്തിൽ എന്ത് സംഭവിച്ചു? അന്ന് ഇതുപോലെ ഒരു മഴ പെയ്ത ഒരു ചരിത്രമില്ല. മഴയെ കുറിച്ച് പറഞ്ഞ എല്ലാവരും ചിരിക്കും. നീ എന്നതായി പറയുന്ന കാര്യം? മഞ്ഞു പൊങ്ങി ഭൂമിയെ നനയ്ക്കുന്ന ഒരു കാലഘട്ടത്താണ് മഴയെ കുറിച്ച് ജനം കേൾക്കുന്നത്. നോഹ 120 വർഷം പ്രസംഗിച്ചു. 120 വർഷം പ്രസംഗിച്ചത് ന്യായവിധിയെ കുറിച്ച് പ്രസംഗിച്ചു, മഴ പെയ്യുവാൻ പോകുന്നു എന്ന് പ്രസംഗിച്ചു. കേട്ട ജനം എല്ലാം പറഞ്ഞു ഇവന് വേറെ പണിയൊന്നുമില്ല. 120 വർഷമായി പരിപാടി തുടങ്ങിയിട്ട്. ഞങ്ങളെല്ലാം എന്നും കേൾക്കുന്നവന്റെ പ്രസംഗം ഇതെന്തുകൊണ്ട്? എന്നിട്ട് മഴ പോയിട്ട് ഒന്നുമില്ല. അന്ന് 120 പ്രസംഗം തുടങ്ങിയപ്പോഴും ഭൂമി മഞ്ഞ് കൊണ്ടാ നനഞ്ഞത്. ഇവൻ 120ാമത്തെ വർഷം ഇത് മഞ്ഞ് കൊണ്ടാ നനഞ്ഞത്. നിനക്ക് ഈ പരിപാടി നിർത്തിയിട്ട് പോകാൻ മേലെ. ഇതാണ് അറിയാതെ ജീവിക്കുന്നവന്റെ ലക്ഷണം. ഇവർ കർത്താവിന്റെ വരവിനെ എപ്പോഴും ദൂഷിക്കുകയും പഴിക്കുകയും ഇതിനെ തള്ളിപ്പറയുകയും അവിശ്വാസത്തിന്റെ വാക്കുകൾ അതിന് നേരെ പറയുകയും ചെയ്യുന്നവരെല്ലാം അറിയാതെ തള്ളപ്പെടുവാൻ പോകുന്ന ലിസ്റ്റിലുള്ളവരാണ്. ഹല്ലേലൂയ. മനസ്സിലാക്കണം. അതുകൊണ്ട് കർത്താവിന്റെ വരവിനെ കുറിച്ച് പറയുമ്പോൾ അതിന്റെ യാഥാർത്ഥ്യം ഗ്രഹിക്കാതെ ജീവിക്കുന്നവരെ ശ്രദ്ധിച്ചോണം കേട്ടോ. അവരുടെ വായിലെ വാക്ക് നിമിത്തം നിന്റെ കൃപ നഷ്ടമാക്കുവാൻ നീ സമ്മതിക്കരുത്. നീ ദൈവകൃപയിൽ ആശ്രയിക്കുന്ന കാര്യം ഈ പെട്ടകത്തിൽ കയറുന്നില്ലെന്ന് പദ്ധതിയിട്ടവരെ എല്ലാം വിഴുങ്ങാൻ സിംഹം പുറത്തുണ്ട്. എന്റെ ഭാഷയിലെ ഞാൻ പറയുന്നത്, ഈ കൃപയാകുന്ന പെട്ടകത്തിൽ കയറി രക്ഷ പ്രാപിക്കുവാൻ മനസ്സില്ലാത്ത സകല മനുഷ്യാത്മാവും അറിയാതെ ജീവിക്കുന്നവനെല്ലാം വിഴുങ്ങാൻ ഒരുവൻ പുറത്തുണ്ട്. അവനെ ജയിക്കണമെന്ന് നിർമ്മതരായിരിക്കണം. അടുത്തത് എന്താണ് പറയുന്നത്? ഉണരണം. 2 കാര്യം: ഉണർന്നിരിക്കണം, നിർമ്മതരായിരിക്കണം. അപ്പോൾ നമ്മുടെ ജഡ സ്വഭാവങ്ങളെ ജയിച്ച് സ്ഥിരതയോടും സുബോധത്തോടും കൂടെ അഭിഷേകത്തിന്റെ നിറവിൽ നാം ക്രിസ്തീയ ജീവിതം നയിക്കപ്പെടുന്നെങ്കിൽ മാത്രമേ പിശാചിന്റെ തന്ത്രങ്ങളെ നാം തിരിച്ചറിയുന്നുള്ളൂ. എന്നാൽ അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ഇങ്ങനെയാണ് അറിയാതെ ഇരിക്കുന്ന ചിലരുണ്ട്. അടുത്തൊരു കാര്യം നമ്മൾ അതിനകത്ത് വായിക്കുമ്പോൾ സ്തോത്രം അവിടെ വായിക്കുന്നത് സ്തോത്രം ജലപ്രളയം വന്ന് എല്ലാവരെയും നീക്കിക്കളയുവോളം അവർ അറിഞ്ഞില്ല. 39-ാം വാക്യം. മനുഷ്യപുത്രന്റെ വരവ് അങ്ങനെയാകും. 40-ാം വാക്യം ഒന്ന് വായിച്ചേ. അന്ന് 2 പേർ വയലിലിരിക്കും, ഒരുത്തനെ കൈക്കൊള്ളും, മറ്റവനെ ഉപേക്ഷിക്കും. ഞാനൊരു കാര്യം പറയട്ടെ, ഇത് എടുക്കപ്പെടുന്ന രംഗമാണ് ഈ കാണുന്നത്. ശ്രദ്ധിക്കണം, ദൈവസഭ എടുക്കപ്പെടുന്ന രംഗമാണ് കാണുന്നത്. ഒരുക്കപ്പെട്ടിരിക്കുന്ന ഒരുവൻ എടുക്കപ്പെടുകയാണ്. ഇത് 3 സംഭവം എടുത്ത് പറയുന്നുണ്ട്. നമ്മൾ ആ ഭാഗം ഒന്ന് വായിക്കുമ്പോൾ ഒന്നാമത് പറയുന്നത് 2 പേർ തിരിക്കല്ലിൽ വയലിലിരിക്കും, അടുത്തത് 2 പേർ ഒരു തിരിക്കല്ലിൽ ഒളിച്ചുകൊണ്ടിരിക്കും, ഒരുത്തിയെ കൈക്കൊള്ളും, മറ്റവളെ ഉപേക്ഷിക്കും.
നിങ്ങളുടെ കർത്താവ് ആ. ഏത് ദിവസത്തിൽ വരുന്നു എന്ന് നിങ്ങൾ ആ. അറിയായിക കൊണ്ട് ഉണർന്നിരിക്കുവിൻ. ഉണർന്നിരിക്കും. കണ്ടോ, ഇവിടെ പറയുന്ന പ്രധാനപ്പെട്ട കാര്യമാണ്. രണ്ടുപേര് തിരിക്കല്ലിൽ പൊടിച്ചുകൊണ്ടിരിക്കും, ഒരുത്തിയെ കൈക്കൊള്ളും, മറ്റവളെ ഉപേക്ഷിക്കും. അടുത്തത് നിങ്ങളുടെ കർത്താവ് ഏത് ദിവസത്തിൽ വരുന്നു, അല്ലെ? അപ്പോൾ രണ്ടുപേര് വയലിരിക്കും, ഒരുത്തനെ കൈക്കൊള്ളും, മറ്റവളെ ഉപേക്ഷിക്കും. രണ്ടുപേർ തിരിക്കല്ലിൽ പൊടിച്ചുകൊണ്ടിരിക്കും, ഒരുത്തിയെ കൈക്കൊള്ളും, മറ്റവളെ ഉപേക്ഷിക്കും. അപ്പോൾ കർത്താവ്, ഇപ്പൊ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഉപേക്ഷിക്കുക എന്നിവിടെ എടുത്തു പറഞ്ഞിട്ടുണ്ട്. ഉപേക്ഷിക്കുന്നത് ആരെയാ? ഒരിക്കൽ കയ്യിൽ ഇരുന്നതിനെയാ ഉപേക്ഷിക്കുന്നത്. എടുക്കാത്തതിനെ ഉപേക്ഷിക്കുമോ? എടുക്കാത്തതിനെ ഉപേക്ഷിക്കുമോ? എൻ്റെ കയ്യിൽ ഇപ്പോൾ ഈ ഗ്ലാസ് ഇരിപ്പുണ്ട്, ഈ ഗ്ലാസ് എൻ്റെ കയ്യിൽ ഇരിക്കുന്നത് കൊണ്ട് ഞാനിത് ഉപേക്ഷിക്കുക എന്ന് പറഞ്ഞാൽ, ഒരിക്കൽ ഈ ഗ്ലാസ് എൻ്റെ കയ്യിൽ ഉള്ളത് കൊണ്ടാണ് ഇത് ഉപേക്ഷിക്കുക എന്ന് പറഞ്ഞ് ഞാൻ താഴെ വെക്കുന്നത്. ഞാൻ ഇതിനെ എടുത്തില്ലെങ്കിൽ ഉപേക്ഷിക്കുന്നില്ല, ഉണ്ടോ? അപ്പോൾ ഒരു കാര്യം മനസ്സിലാവും, ഒരിക്കൽ ഇവർക്ക് ഈ വചനം കേട്ടിട്ടുണ്ട്, ഈ സത്യത്തിന്റെ യാഥാർത്ഥ്യങ്ങൾ കേട്ടിട്ടുണ്ട്, പക്ഷേ അതിനൊത്തവണ്ണം ഒരുങ്ങിയിട്ടില്ല. ഒരുക്കപ്പെടാതെ ഇരുന്നവരാണ് ഉപേക്ഷിക്കപ്പെടുന്നത്. കേൾക്കാത്തവൻ എടുക്കപ്പെട്ടിട്ടില്ല, കേൾക്കാത്തവൻ അറിഞ്ഞിട്ടില്ല, അറിയാത്തവനെ ഉപേക്ഷിച്ചിട്ടുമില്ല. കാര്യം അവൻ കേട്ടിട്ടില്ല, അറിഞ്ഞിട്ടില്ല. അതുപോലെ തന്നെയാണ് ഒരിക്കൽ ഇത് അറിഞ്ഞവനാണ്, ഇത് കേട്ടവനാണ്. അതുപോലെ നമ്മൾ ഈ ഭാഗം വായിക്കുമ്പോൾ സ്തോത്രം, ഹല്ലേലൂയ. മറ്റൊരു നമുക്ക് ലൂക്കോസിന്റെ സുവിശേഷത്തിന്റെ അകത്തും നമുക്കിതൊന്ന് വായിക്കാം. ലൂക്കോസിന്റെ സുവിശേഷം അതിന്റെ 21-ാം അധ്യായത്തിന്റെ അകത്ത് ഹല്ലേലൂയ അതിന്റെ അതിന്റെ 21-ന്റെ 25 മുതൽ ഒന്ന് വായിച്ചേ. ഹല്ലേലൂയ. സൂര്യനിലും ചന്ദ്രനിലും നക്ഷത്രങ്ങളിലും ലക്ഷ്യങ്ങളുണ്ടാവും. കടലിന്റെയും ഓളത്തിന്റെയും മുഴക്കം നിമിത്തം ഭൂമിയിലെ ജാതികൾക്ക് നിരാശയോട് കൂടിയ പരിഭ്രമം ഉണ്ടാകും. ആകാശത്തിന്റെ ശക്തികൾ ഇളകിപ്പോകുന്നതിനാൽ ഭൂലോകത്തിന് എന്ത് ഭവിപ്പാൻ പോകുന്നു എന്ന് പേടിച്ചും നോക്കി പാർത്തും കൊണ്ട് മനുഷ്യർ നിർജീവന്മാരാകും. അപ്പോൾ മനുഷ്യപുത്രൻ ശക്തിയോടും മഹാരം ദേശത്തോടും കൂടി മേഘത്തിൽ വരുന്നത് അവർ കാണും. ഇത് സംഭവിച്ചു തുടങ്ങുമ്പോൾ നിങ്ങളുടെ വീണ്ടെടുപ്പ് അടുത്തു വരുന്നത് കൊണ്ട് നിവർന്ന് തലവെക്കുകയും ഒരു ഉപമേ അവരോട് പറഞ്ഞത്, അത്തി മുതലായ സകല വൃക്ഷങ്ങളെയും നോക്കുവിൻ, അവ തളർക്കുന്നത് നിങ്ങൾ കാണുമ്പോൾ വേനൽ അടുത്തിരിക്കുന്നു എന്ന് സ്വതവേ അറിയുന്നുവല്ലോ. അതുകൊണ്ട് തന്നെ ഇത് സംഭവിക്കുന്നത് കാണുമ്പോൾ ദൈവരാജ്യം അടുത്തിരിക്കുന്നു എന്ന് ഗ്രഹിപ്പിൻ. സകലവും സംഭവിക്കുവോളം ഈ തലമുറ ഒഴിഞ്ഞു പോകില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. ആകാശവും ഭൂമി ഒഴിഞ്ഞു പോകും, എന്റെ വചനങ്ങളോ ഒഴിഞ്ഞു പോകുകയില്ല. നിങ്ങളുടെ ഹൃദയ അതിഭക്ഷണത്താലും മദ്യപാനത്താലും ഉപജീവന ചിന്തകളാലും ഭാരപ്പെട്ടിട്ട് ആ ദിവസത്തിൽ നിങ്ങൾക്ക് പെട്ടെന്ന് കെണി പോലെ വരാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളു. നമുക്ക് മറ്റൊരു ഭാഗം നമുക്ക് വരണം. ലൂക്കോസ് സുവിശേഷം 17-ാം അധ്യായം സ്തോത്രം അതിന്റെ 31 മുതൽ ഒന്ന് വായിച്ചേ. അല്ല 30 മുതൽ വായിക്കാം. 17-ന്റെ 30. ലൂക്കോസ് 17-ന്റെ 30 മുതൽ കിട്ടിയൊരു വായിച്ചോ. ഹല്ലേലൂയ. ഹല്ലേലൂയ. മനുഷ്യപുത്രൻ വെളിപ്പെടുന്ന നാളിൽ ശ്രദ്ധിക്കേണ്ട, മനുഷ്യപുത്രൻ വെളിപ്പെടുന്ന നാളിൽ അവണ്ണം തന്നെയാകും. അന്ന് വീട്ടിന്മേലിരിക്കുന്നവൻ വീട്ടിനകത്തുള്ള സാധനം എടുപ്പാൻ ഇറങ്ങിപ്പോകരുത്. അവണ്ണം വയലിരിക്കുന്നവനും പിന്നോക്കം തിരിയരുത്. വയലിരിക്കുന്നവനും പിന്നോക്കം തിരിയരുത്. അടുത്തത്, ലോത്തിന്റെ ഭാര്യയെ ഓർത്തും കൊള്ളുവിൻ. തന്റെ ജീവനെ നേടുവാൻ നോക്കുന്നവനെല്ലാം അതിനെ കളയും, അതിനെ കളയുന്നവനെല്ലാം അതിനെ രക്ഷിക്കും. ഈ ഭാഗം നമ്മൾ മറ്റൊരിടത്തും കൂടെ വായിച്ചിട്ടുണ്ടായിരുന്നു. ഹല്ലേലൂയ. കാര്യം തന്റെ ജീവനെ ആരെങ്കിലും രക്ഷിക്കാൻ ഇച്ഛിച്ചാൽ അതിനെ കളയും, ആരെങ്കിലും കളയുന്നുവെങ്കിലും അതിനെ കണ്ടെത്തും. അതെന്താണ്? കർത്താവ് നമ്മളോട് പറയുന്നതല്ല, രക്ഷയ്ക്കായിട്ട് നമ്മൾ പലതും ത്യജിച്ച് ഇറങ്ങിയാൽ മാത്രമേ ദൈവരാജ്യത്ത് പ്രവേശിക്കത്തുള്ളൂ. ദൈവരാജ്യത്തെ കുറിച്ച് കേട്ടിട്ടും തന്നെത്താൻ ത്യജിക്കുന്നില്ലെങ്കിൽ ദൈവരാജ്യത്തിലേക്ക് പോകുകയില്ല.
ഹല്ലേലൂയ. ഒന്ന്, നമ്മൾ വായിച്ച വായിക്കുന്നത് തന്റെ ജീവനെ നേടുവാൻ നോക്കുന്നവൻ അതിനെ കളയും, അതിനെ കളയുന്നവൻ അതിനെ രക്ഷിക്കും. അടുത്തത് 34 വാക്യം. ആ രാത്രിയിൽ, ഇവിടെ ശ്രദ്ധിക്കണം, ആ രാത്രിയിൽ. അപ്പോൾ ഈ ഭൂമി ചുറ്റിക്കൊണ്ടിരിക്കുക അല്ലെ, വലയം വെച്ചുകൊണ്ടിരിക്കുക, സൂര്യന് വലയം വെച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരിടത്ത് പകലാണെങ്കിൽ ഒരിടത്ത് രാത്രിയായിരിക്കും. ഇപ്പൊ നമ്മളിവിടെ ഇന്ത്യയിൽ ഇങ്ങനെ ഇപ്പൊ പകല് ഈ സമയമാണെങ്കിൽ ഇപ്പൊ US ഏതാണ്ട് നേരം വെളുക്കുന്ന, അല്ലെങ്കിൽ ഒരു 2 മണി 3 മണി ആ ഒരു ടൈമിലേക്കായിരിക്കും അവിടെ പോയിക്കൊണ്ടിരിക്കുന്നത്. മറ്റുള്ള ഇതിപ്പോ ഏഷ്യ ആണെങ്കിൽ അങ്ങോട്ട് പോയി കഴിയുമ്പോൾ ആഫ്രിക്കൻ കൺട്രീസ് രാത്രിയിലായിരിക്കും, അറബ് കൺട്രീസിന്റെ അത് രാത്രിയുടെ ഒരു അവസ്ഥയിലേക്കായിരിക്കും, അല്ലെങ്കിൽ പ്രഭാതത്തിലേക്ക് വരുന്ന ഒരു അവസ്ഥയായിരിക്കും വരുന്നത്. ഇവരും 2 മണിക്കൂർ 3 മണിക്കൂർ 4 മണിക്കൂർ പുറകോട്ടായിരിക്കും അങ്ങോട്ട് പോകുന്നു. അപ്പോ ഒരിടത്ത് പകല്, ഒരിടത്ത് രാത്രി. ഈ മനുഷ്യപുത്രനാകുന്ന യേശു ക്രിസ്തുവിന്റെ വരവിൽ ഭൂമിയുടെ ഒരു വശത്ത് നടക്കുന്ന കാര്യത്തെ കുറിച്ച് കണ്ടു. എന്താ കണ്ടത്? ഒരിടത്ത് സ്വന്തം ജോലി ചെയ്തുകൊണ്ടിരിക്കുക, വയലിൽ വേല ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മറുവശത്ത്, ഭൂമിയുടെ മറുവശത്ത് എന്താണ്? അവിടെ മനുഷ്യർ ഉറങ്ങുകയാണ്. ഇവിടെ വായിക്കുന്ന വാക്യം എന്താണ്? 2 പേർ ഒരു കിടക്കമേൽ ആയിരിക്കും. അപ്പോൾ ഒരിടത്ത് രാത്രിയാണ്, അവിടെ ഉറക്കമാണ്. അപ്പൊ ഒരുക്കപ്പെട്ടിരിക്കുന്നവൻ ഉറങ്ങുകയാണ്. അപ്പോൾ ജഡപ്രകാരം അവൻ ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോഴാണ് കാഹളം തൊലിക്കുന്നത്. അപ്പൊ അവിടെ എന്ത് സംഭവിക്കുന്നു? അവിടെ വചനം പറയുന്നത് എന്താണ്? ആ രാത്രി 2 പേർ ഒരു കിടക്കമേൽ. നിങ്ങളെ ഇത് എഴുതണ്ട, നിങ്ങളിപ്പോ വായിക്കുക, അത് പിന്നീട് നമുക്കത് കാണാൻ കഴിയും. അല്ലെങ്കിൽ നിങ്ങൾ ഒരാൾ എഴുത്, 2 പേര് എഴുതുന്നു, 2 പേരും വായിക്കണം. അതുകൊണ്ട് ഒരാൾ എഴുതുകൊണ്ട് ഒരാൾ വായിക്കുക. ആ രാത്രിയിൽ 2 പേർ ഒരു കിടക്കമേൽ ആയിരിക്കും. ഒരുത്തനെ കൈക്കൊള്ളും, മറ്റവനെ ഉപേക്ഷിക്കും. 2 പേർ ഒന്നിച്ചു പൊടിച്ചുകൊണ്ടിരിക്കും. ഒരുത്തിയെ കൈക്കൊള്ളും, മറ്റവളെ ഉപേക്ഷിക്കും. 2 പേർ വയലിൽ ഇരിക്കും. ഒരുത്തനെ കൈക്കൊള്ളും, മറ്റവനെ ഉപേക്ഷിക്കും. ശ്രദ്ധിക്കണം, ഇവിടെ ഒരുവളെ കൈക്കൊള്ളും, മറ്റവളെ ഉപേക്ഷിക്കും. ഇവിടെ ആണെന്നോ പെണ്ണെന്നോ രാത്രിയെന്നോ പകലെന്നോ വ്യത്യാസമില്ല. നിദ്രയിലാണോ ജോലിയിലാണോ ഒരു വ്യത്യാസം. ഒരുക്കപ്പെട്ടിരിക്കുന്നവൻ ഏത് സ്ഥാനത്തായിരുന്നാലും അവനെ രൂപാന്തരപ്പെടുത്തി അവനെ ദൈവരാജ്യത്തിലേക്ക് എടുക്കുമെന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ഈ പ്രത്യാശ നമ്മുടെ ജീവിതത്തിൽ വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ നിർമ്മതരായിരിക്കണം, ഉണർന്നു കൊള്ളണം. അല്ലെങ്കിൽ നമുക്കൊരിക്കലും അത് പ്രാപിക്കാൻ സാധിക്കത്തില്ല. ഹല്ലേലൂയ. അപ്പോൾ ആ വചനം നമ്മൾ അവിടെ ശ്രദ്ധിക്കുമ്പോൾ തന്നെ നമുക്ക് സ്തോത്രം മറ്റൊരു ഭാഗം നമ്മൾക്കൊന്ന് ചിന്തിക്കണം. ഹല്ലേലൂയ. നമ്മൾ വായിച്ച ഇപ്പോൾ വായിച്ച വാക്യമുണ്ടല്ലോ, അതായത് ലൂക്കോസിന്റെ സുവിശേഷം 21-ാം അധ്യായം 21-ാം അധ്യായത്തിന്റെ അകത്താണ് നമ്മൾ വായിച്ച 26-ാം വാക്യം. എന്താണ് വായിക്കുക? സൂര്യനിലും ചന്ദ്രനിലും നക്ഷത്രങ്ങളിലും ലക്ഷ്യങ്ങൾ ഉണ്ടാകും. 21-ാം അധ്യായം 25-ാം വാക്യം ശ്രദ്ധിച്ചോ? വാക്യം സൂര്യനിലും ചന്ദ്രനിലും നക്ഷത്രങ്ങളിലും ലക്ഷ്യങ്ങൾ ഉണ്ടാകും. ഇത് പറയുന്ന കാലഘട്ടത്തില് ഭൂമിയിൽ ആകെയുള്ള ട്രാൻസ്പോർട്ടേഷൻ, അതായത് ഗതാഗത മാർഗം എന്ന് പറയുന്നത് കുതിരവണ്ടി, കാളവണ്ടി, കഴുതയൊക്കെ ഉള്ളൂ അല്ലേ? വേറെ ഒന്നും തന്നെ ഇല്ല. ആ കാലഘട്ടത്തിലാണ് എഴുതി വെച്ചിരിക്കുന്നത് സൂര്യനും ചന്ദ്രനിലും ലക്ഷ്യങ്ങൾ ഉണ്ടാകും. ഭൂമിയിലെ ജാതികൾക്ക് നിരാശയോട് കൂടിയ പരിഭ്രമം ഉണ്ടാകും. അപ്പോൾ മനസ്സിലാക്കണം, ഇത് മുഴു ഭൂമിയെയും ഒരേ സമയത്ത് തന്നെ കടലിനെയും കരയെയും ആകാശത്തെയും സകല സൃഷ്ടിയെയും ഒരുപോലെ ബാധിക്കുന്ന രംഗത്തെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. മാറ്റമില്ലാതെ എല്ലായിടത്തും ഒരുപോലെ, എല്ലായിടത്തും ഒരുപോലത്തെ അനുഭവമാണ് തരുന്നത്. ആമേൻ. അടുത്ത് വായിച്ചേ. ആകാശത്തിന്റെ ശക്തികൾ ഇളകിപ്പോകുന്നതിനാൽ ഭൂലോകത്തിന് എന്തു ഭവിക്കുവാൻ പോകുന്നു എന്നു പേടിച്ചും നോക്കി പാർത്തും കൊണ്ട് മനുഷ്യർ നിർജീവന്മാരാകും. കഴിഞ്ഞ ഒരു മാസത്തിന് മുമ്പാണ് ശക്തമായ ചൂട് ഇവിടെ ആഞ്ഞടിച്ചു ഇല്ലേ? ഇതുവരെ കാണാത്ത അത്ര റെക്കോർഡ് ചൂടാണ് കയറിയത്. അപ്പം ഇത് എൽ നീനോ എന്ന് പറയുന്ന പ്രതിഭാസമാണെന്ന് ശാസ്ത്രജ്ഞന്മാർ പറയുന്നത്. അടുത്തത് എൽ നീനോ സ്തോത്രം, അതിന്റെ ഭൂമിയുടെ മധ്യരേഖയിലേക്ക് ചൂട് കൂടി വരികയും അതുപോലെ കാറ്റിന്റെ പ്രഭാവത്തിന് മാറ്റം വരികയും സ്തോത്രം ഇതുവരെ തണുത്തിരുന്ന പല പ്രദേശങ്ങളും അത്യുഷ്ണത്തിലേക്ക് പോകും. ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ലാനിന.
അത് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉഷ്ണമേഘ പ്രദേശങ്ങളിലേക്ക് ശക്തമായ തണുത്ത കാറ്റ് അങ്ങോട്ട് ശക്തമായിട്ട് പ്രവഹിക്കുകയും ഇതുവരെ നേരിടാത്ത ശക്തമായ മഴയും മഞ്ഞും ഉണ്ടാകുമെന്ന് വ്യക്തമാക്കും ശാസ്ത്രജ്ഞന്മാർ. അപ്പോൾ അടുത്തത് നമുക്ക് ഇതുവരെ ആ ശാസ്ത്രജ്ഞന്മാർ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യമാണ് എന്താ, ആകാശത്തിന്റെ ലെയറുകൾക്ക് അതിന് വിള്ളൽ വന്നിട്ടാണ് ഓസോൺ പാളികൾ വലിയ വിള്ളൽ വന്ന് സംഭവിച്ച് അതിലൂടെയാണ് ശക്തമായ ഗാമ റൈസും എക്സ് റൈസും അതുപോലുള്ള പല സൂര്യനിൽ നിന്ന് അപകടമായ രശ്മികൾ ഭൂമിയിൽ വന്ന് പതിക്കുന്നത് നിമിത്തമാണ് മനുഷ്യന് പലവിധമായ രോഗങ്ങൾ ഉണ്ടാകുന്നത്. അത് പല വിധത്തിൽ ഭൂമിയെ ബാധിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം വെളിപ്പെടുത്തുന്നത് സഹോദരം ഈ പ്രകൃതിക്ക് എന്തോ കാര്യമായ പ്രതിസന്ധി വരുവാൻ പോവുകയാണ്. ഇത് 2000 വർഷം മുമ്പേ കർത്താവായ യേശു ക്രിസ്തു വെളിപ്പെടുത്തിയിരിക്കുകയാണ്. ഇത് സംഭവിക്കുമെന്ന് മുന്നമേ പറഞ്ഞിരിക്കുകയാണ്. ഇതൊക്കെ നമ്മുടെ കണ്ണുകൊണ്ട് കാണുമ്പോൾ മനസ്സിലാക്കിക്കോണം, നമ്മുടെ വീണ്ടെടുപ്പ് അടുത്തിരിക്കുകയാണ്. ദൈവസഭ എടുക്കപ്പെടുക തന്നെ ചെയ്യും. അപ്പോൾ അതിനു മുമ്പ് നമ്മൾ ഒരുക്കപ്പെട്ടിരിക്കണം. നമ്മുടെ വ്യക്തിപരമായി നമ്മൾ ഒരുങ്ങിയിരിക്കണം. അടുത്ത വാക്യം വായിക്കുന്നതാണ്. അടുത്ത സ്തോത്രം വായിച്ചേ. കണ്ടോ, ആകാശത്തിന്റെ ശക്തികൾ ഇളകിപ്പോകുക. അതായത് മനസ്സിലാക്കണം, സൂര്യനെ കുറിച്ച് പറയുന്നത് ഇനി അധികം നാൾ ഈ സൂര്യൻ ഇങ്ങനെ കത്തി ജ്വലിച്ചിരിക്കുന്നില്ലെന്നാ പറയുന്നത്. സൂര്യൻ നിത്യമായ ഉറക്കത്തിലേക്ക് പോകുന്നു. കാര്യം അതിന്റെ അകത്തുള്ള ഹൈഡ്രജൻ കത്തി കുറെ തീർന്നിരിക്കുന്നു എന്നുള്ള ഒത്തിരി അറിവുകളാണ്. അതുപോലെ സൂര്യൻ തന്നെ ഡാർക്ക് സ്പോട്സ് കണ്ടെത്തിയിട്ടുണ്ട്. അതായത് കത്തി തീർന്ന ഭാഗങ്ങള് സൂര്യന്റെ അകത്ത് കണ്ടെത്തിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പൊ ഇത് നിമിത്തം കുറച്ച് നാൾ കഴിഞ്ഞാൽ ഈ സൂര്യന്റെ ഈ പ്രകാശം കിട്ടാതിരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വരും ഭൂമി. അത് വന്നു കഴിഞ്ഞാൽ പിന്നെ ഭൂമി 1/3 പ്രകാശമില്ലാതാവും, പകലിൽ 1/3 ഇരുട്ടായിരിക്കും. ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. നമ്മള് രാവിലെ 6 മണിയാകുമ്പോൾ സൂര്യൻ ഉദിക്കുന്നു, 8 മണിയാകുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നു, 10 മണിയാകുമ്പോൾ സ്ഥലത്തെത്തുന്നു, 10 സ്തോത്രം 2 അല്ലെ 10 ജോലി ചെയ്യുന്നു, 1 മണിക്ക് കൃത്യം ലഞ്ച് ബ്രേക്ക്, അത് കഴിഞ്ഞ് കൃത്യം 2 വീണ്ടും വർക്ക്, 5 മണിക്കാണെങ്കിൽ വീട്ടിലേക്ക് തിരിച്ചു പോരുന്നു, വീട്ടിൽ വരുന്നു, കാര്യങ്ങൾ ചെയ്യുന്ന അങ്ങനെ റുട്ടീനായിട്ട് പോകുന്നു. ഇങ്ങനൊരു സൈക്കിളിൽ മാത്രം ജീവിക്കുന്ന ഒരു വ്യക്തി അന്ന് വീട്ടിന് പുറത്തിറങ്ങത്തില്ല. മനസ്സിലാക്കണം. ഇതിനു മുമ്പേ ഈ ഭൂമിയുടെ അവസ്ഥകൾ തീരുവാൻ പോകുകയാണ്. ഇതിനു മുമ്പാണ് നാം ഒരുക്കപ്പെടുകയും കർത്താവിന്റെ രാജ്യത്തിന് വേണ്ടി നമ്മൾ നിലനിൽക്കുകയും ചെയ്യുന്നത്. ആമേൻ. നാം ഒരുങ്ങുകയും നമ്മുടെ കൂടെയുള്ളവർക്ക് വചനം പറഞ്ഞു കൊടുത്ത് അവരെ യാഥാർത്ഥ്യത്തിൽ നടത്തുകയും ചെയ്യണം. നമ്മുടെ കഴിവിന്റെ പരമാവധി നമ്മൾ പറഞ്ഞു കൊടുക്കണം. പക്ഷെ നമ്മുടെ കൃപ നഷ്ടപ്പെടുന്ന വഴിയിലേക്ക് പോകണ്ട. നമ്മുടെ കൃപ നഷ്ടപ്പെടുമെന്ന് മനസ്സിലായി നമ്മൾ അതിൽ നിന്ന് പുറകോട്ട് വലിക്കണം. എന്നാൽ നമ്മളുടെ ഡ്യൂട്ടി നമ്മൾ വ്യക്തമായി ചെയ്ത് തീർത്തിരിക്കണം. ആമേൻ. ആ ഭാഗം വായിക്കുമ്പോൾ ഒന്നും കൂടെ വായിച്ചാൽ ആകാശ ശക്തികൾ ഇളകി പോകുമ്പോൾ ഭൂലോകത്തിന് എന്തു ഭവിക്കുവാൻ പോകുന്നു എന്ന് പേടിച്ചും നോക്കി പാർത്തും കൊണ്ടും മനുഷ്യർ നിർജീവന്മാരാകും. കണ്ട, ഈ വെറും മനുഷ്യർ നിർജീവന്മാരാകും. ഇത് കാണുമ്പോൾ നമുക്ക് വല്ല വിഷയമുണ്ടോ? ഇന്നലെ തൃശ്ശൂർ ആ ഭാഗത്ത് പാലക്കാടങ്ങാണ് ഭൂമി ഉരുക്കം ഉണ്ടായി എന്ന് പറഞ്ഞു. ഇവിടെയൊക്കെ പലയിടത്തും ഭൂമി ഉരുക്കം ഉണ്ടായി. ഹല്ലേലൂയ. ഭൂമി ഉരുക്കങ്ങൾ വളരെ ശക്തമായിട്ട് റിക്ടർ സ്കെയിൽ കൂടി അതിന്റെ ശക്തമായിട്ടുള്ള ഭൂമി ഉരുക്കത്തിന് പ്രകമ്പനമെല്ലാം വരുമ്പോൾ നിങ്ങൾ ഭയപ്പെടുവോ? അതൊരു വിശ്വാസത്തിൽ ഉറങ്ങുക. കാര്യം ഓരോ പ്രകൃതി ദുരന്തം വെളിപ്പെടുമ്പോഴും നിങ്ങൾ വിശ്വാസത്തിൽ ഉറങ്ങണം. അരുമനാഥനാകുന്ന യേശു കർത്താവിന്റെ വരവ് വളരെ അടുത്തിരിക്കുകയാണ്. ഒരു തലമുറ മരണം കാണാതെ, ശവപ്പെട്ടി വേണ്ടാതെ ദൈവരാജ്യത്തിൽ എടുക്കപ്പെടാൻ പോവുകയാണ്. അതിനകത്ത് ഞാനും നിങ്ങളും ഉണ്ടോ എന്നുള്ളതാണ് നോക്കേണ്ടത്. ഹല്ലേലൂയ. ശവപ്പെട്ടി വേണ്ടാതെ ദൈവരാജ്യത്തിലേക്ക് പോകാൻ പോവുകയാണ്. ഹല്ലേലൂയ. മനസ്സിലാക്കണം. 1-ാം നൂറ്റാണ്ടിൽ അപ്പോസ്തലന്മാർ ഇത് പ്രതീക്ഷിച്ചിരുന്നു. അവരുടെ കാലത്ത് നടന്നില്ല. അത് ഈ കാലഘട്ടത്തിൽ നടക്കും. നമ്മൾ വായിച്ച മത്തായി സുവിശേഷം, വേറെ ഭാഗത്ത് പറഞ്ഞ മത്തായി സുവിശേഷത്തിന്റെ നമ്മൾ വായിച്ച ആ വാക്യത്തിൽ നമ്മൾ കാണുന്ന 24-ാം അധ്യായത്തിന്റെ അകത്ത് വായിക്കുന്ന ആ തലമുറ അത് കണ്ട്, അതായത് അത്തി മുതലായത് തളിർക്കുന്നത് കാണുമ്പോൾ, ആമേൻ, ആ ഭാഗം ഒന്ന് വായിക്കാൻ പറ്റുമോ? മത്തായി സുവിശേഷം 24-ന്റെ നോക്കി ഒരു ഉപമ പഠിക്കുവീൻ. അതിന്റെ കൊമ്പ് ഇളതായി ഇല തളിർക്കുമ്പോൾ വേനൽ. ഈ വാക്യം കുറിച്ചിട്ടോണം കേട്ടോ. ഇത് ഭയങ്കര പ്രാധാന്യമുള്ള ഒരു വാക്യമാണ്. 37 37 അല്ല 32 33 മുതലാണ് വായിച്ചു തുടങ്ങുന്നത്. അങ്ങനെ നിങ്ങൾ ഇതൊക്കെ കാണുമ്പോൾ അവൻ അടുക്കൽ വാതിക്കൽ തന്നെ ആയിരിക്കുന്നു എന്ന് അറിഞ്ഞുകൊള്ളുവിൻ. ഇതൊക്കെ സംഭവിക്കുവോളം ഈ തലമുറ ഒഴിഞ്ഞു പോകില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. 35-ാം വാക്യമാണ് വായിക്കുന്ന. ആകാശവും ഭൂമി ഒഴിഞ്ഞു പോകുക, എന്റെ വചനങ്ങളോ ഒഴിഞ്ഞു പോകില്ല. 34 കണ്ടോ? 34 ഇതൊക്കെയും സംഭവിക്കുവോളം ഈ തലമുറ ഒഴിഞ്ഞ് പോകുകയില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട്. ഇനി ശ്രദ്ധിക്കാനാ പറഞ്ഞേ.
സ്തോത്രം, നമ്മൾ ഈ വായിച്ചത് ഈ തലമുറ ഒഴിഞ്ഞു പോലെ. ഏത് തലമുറ? ഇസ്രായേൽ എന്ന രാഷ്ട്രം 1948 രൂപീകൃതമായി. 1948 മുതൽ ഒരു മനുഷ്യന്റെ ആയുസ് എന്ന് പറയുന്നത് 70 ഏറെ ആയാൽ 80. ഈ 2028 ഇസ്രായേലിന് 80 വയസ്സാവും. അപ്പോൾ 1948 ശേഷം ജീവിച്ചിരിക്കുന്നവരും ഇതുവരെ മരണം കാണാത്തവരും ഇന്ന് ജീവിച്ചിരിക്കുന്നവരും 2028 വരെ വരുമ്പോൾ ഇസ്രായേലിന് 80 വയസ്സാകുക. ഇതിനുള്ളിലാണ് ആ തലമുറ കണ്ടവർ. ആ തലമുറ ഒഴിഞ്ഞു പോകുകയില്ലെന്ന് പറഞ്ഞാൽ ആ തലമുറ ഇരിക്കും കാലഘട്ടത്തിൽ യേശു ക്രിസ്തുവിന്റെ വരവായിരിക്കും. ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണിത്. യേശു ക്രിസ്തുവിന്റെ വരവ് വളരെ താമസിക്കത്തില്ല. ഇസ്രായേൽ എന്ന രാഷ്ട്രം 48 രൂപീകരിക്കപ്പെട്ട ആ നാള് മുതൽ 2028 വരെ വരുമ്പോൾ ഇസ്രായേലിന്റെ പ്രായം 80 വയസ്സ്. അപ്പോൾ ഇതിനുള്ളിൽ ജനിച്ച് ജീവിച്ചിരുന്ന ആയുസോടുകൂടെ എന്നെ കേൾക്കുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ 2028 വരെ ജീവിക്കുന്ന ഇതിന് അകത്ത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ വരവ് തന്നെയാണ്. മനസ്സിലാകുന്നുണ്ടോ? അത് വ്യക്തമായിട്ട് നമ്മൾ ഒരിക്കലും ഒരു ഡേറ്റ് പറയാൻ പാടില്ല. അത് വളരെ തെറ്റാണ്. നമ്മൾ ഒരിക്കലും ന്യൂമറിക്കലി അങ്ങനെ പറയാൻ പാടില്ല. തെറ്റായ ഒരു ഇന്റർപ്രിട്ടേഷൻ. പക്ഷേ ഈ വചനമാണ് ഞാൻ പറഞ്ഞത്. ഇസ്രായേൽ എന്ന രാഷ്ട്രം രൂപീകരിച്ച് 48 മുതൽ 2028 വരെ ആകുമ്പോൾ 80 വയസ്സാവും ഇസ്രായേലിന്. അപ്പോൾ എന്താണ് ആ വാക്യം വായിക്കുന്നത്? ആ വാക്യം വായിക്കുന്നത് സ്തോത്രം, ഇതൊക്കെ സംഭവിക്കുവോളം ഈ തലമുറ ഒഴിഞ്ഞു പോകുകയില്ല. ഇസ്രായേൽ എന്ന രാഷ്ട്രം ജനിക്കുന്ന സമയത്ത് ഒരുവൻ ജീവിച്ചിരുന്ന അവൻ 80-ാം വയസ്സ് വരെ ജീവിച്ചിരിക്കുന്നത് കണ്ടിട്ടുണ്ടെങ്കിൽ ഒരു കാര്യം ഉറപ്പാ, അവൻ കർത്താവിന്റെ വരവ് കാണാൻ സാധ്യതയുണ്ട്. ഇന്ന് പകൽവേളയിൽ ദൈവസന്നിധിയിലേക്ക് അടുത്തു വന്ന ഓരോ ദൈവമക്കളും തിരിച്ചറിയണം, അധികം നാൾ ഈ ഭൂമിയിൽ ഇങ്ങനെ കഷ്ടപ്പെടാനില്ല. സ്തോത്രം. 11-ാം മണി നേരത്ത് ഈ കൃപയിലേക്ക് വരുവാൻ സ്വർഗം ഇടയാക്കി തീർത്തു. അനവധി പേര് അധ്വാനിച്ചതും ഉഴുതുമറിച്ചതും പ്രവർത്തിച്ചതുമായ വയലിലാണ് 11-ാം മണി നേരത്ത് ഞാനും നിങ്ങളും ശുശ്രൂഷയ്ക്കായിട്ട് ഇറങ്ങുന്നത്, അല്ലെങ്കിൽ വിശ്വാസയുദ്ധനായിട്ട് ഇറങ്ങുന്നത്. ഇതിന്റെ അകത്ത് സ്തോത്രം ഒരു വലിയ പ്രശ്നം ഉണ്ടാകും. ഈ 3-ാം മണി നേരത്ത് വന്നവനും 6-ാം മണി നേരത്ത് വന്ന 9-ാം മണി നേരത്ത് വന്നവനൊക്കെ കലക്കവും ബഹളവും ഈ സ്തോത്രം ഹല്ലേലൂയ ഈ തോട്ടത്തിന്റെ വിഷയം പറഞ്ഞുകൊണ്ട് പല പൊളിറ്റിക്സും രാഷ്ട്രീയം കളിച്ചോണ്ടിരിക്കുക. 11-ാം മണി നേരത്ത് വന്ന് നിന്നെ ഏൽപ്പിച്ചത് ചെയ്തിട്ട് മടങ്ങിപ്പോകുക. വേറൊന്നും ഇതിനകത്ത് ചെയ്യുവാനില്ല. എന്നാൽ ഈ വെളിപ്പാടുള്ളവൻ മാത്രമാണ് അക്കരെ നാട് പിടിക്കുകയുള്ളൂ. അനവധി പേര് ഉറങ്ങിപ്പോകുകയാണ്. അറിയാതെ നോഹയുടെ കാലഘട്ടത്തിൽ സംഭവിക്കുന്നത് പോലെ അവരറിഞ്ഞില്ല. ജലപ്രളയം വരുന്നത് വരെ അവരറിഞ്ഞില്ല. ഹല്ലേലൂയ. നമ്മൾ വായിച്ച ലൂക്കോസ് എഴുതിയ സുവിശേഷത്തിന്റെ അകത്ത് നമ്മൾ വായിച്ചു. ആ വാക്യം ഒന്ന് വായിച്ചേ. 21-ാം അധ്യായത്തിന്റെ അകത്ത് വായിച്ചായിരുന്നല്ലോ ഒരു ഭാഗം. അവിടെ നിന്ന് സംഭവിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. ഹല്ലേലൂയ. എന്താണ് അന്നുള്ള മനുഷ്യർക്ക് സംഭവിക്കുന്നത്, അല്ലെ എന്തുകൊണ്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നത്? വായിച്ചാട്ടെ. അതിന്റെ 21-ന്റെ 34. ഇനി ഒരു വലിയ പ്രവചനം, നിങ്ങളോടൊരു വലിയൊരു കാര്യം ഞാൻ പറയാം. അത് കേൾക്കുമ്പോൾ മനസ്സിലാവും. 21-ന്റെ 34. വേഗം വേഗം വായിക്ക്. ലൂക്കോസ് സുവിശേഷം 21-ന്റെ 34. 21-ന്റെ 34. 21-ന്റെ നിങ്ങളുടെ ഹൃദയം ആദിഭക്ഷണത്താലും മദ്യപാനത്താലും ഉപജീവന ജന്തുക്കളാലും ഭാരപ്പെട്ടിട്ട് ആ ദിവസം നിങ്ങൾക്ക് പെട്ടെന്ന് കെണി പോലെ വരാതിരിക്കാൻ. ഈയുടെ ശ്രദ്ധിക്കേ, നമ്മൾ വായിച്ചു ആ ജലപ്രളയം വരുന്ന ആ ഭാഗം കിട്ടിയോ? ആ ഭാഗം കിട്ടിയോ? സ്തോത്രം. ആമേൻ. സ്തോത്രം. നമുക്കൊന്ന് ആ ഭാഗം നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ വായിച്ചു ജലപ്രളയം വരുന്നത് വരെയും ആ ജനം അറിഞ്ഞില്ലെന്ന് നമ്മൾ വായിച്ചു, അല്ലെ? ജലപ്രളയം വരുന്നത് വരെയും ആ ഭാഗം അല്ലെങ്കിൽ ആരും കർത്താവിന്റെ അല്ലെങ്കിൽ ഒരുങ്ങിയില്ല. സ്തോത്രം. ഒരുക്കപ്പെടാതിരുന്നുകൊണ്ട് കൈവിടപ്പെട്ടു എന്ന് നമ്മൾ അവിടെ കാണാൻ ഇടയായി തീർന്നു, അല്ലെ? 24-ാം അധ്യായത്തിൽ നമ്മൾ കണ്ട കാര്യം അതാണ്. എന്താണ് വായിക്കുന്നത്? സ്തോത്രം. ജലപ്രളയം പോലെ സ്തോത്രം. അവിടെ വായിക്കുന്നത് എന്താണ്? ജലപ്രളയം വന്ന് എല്ലാവരെയും നീക്കിക്കളയുമ്പോലും അവർ അറിഞ്ഞതുമില്ല. മനുഷ്യപുത്രന്റെ വരവും അങ്ങനെ തന്നെയാകും. 37-ാം വാക്യം, നോഹയുടെ കാലം പോലെ തന്നെ മനുഷ്യപുത്രന്റെ വരവാകും. ജലപ്രളയത്തിന് മുമ്പുള്ള കാലത്ത് നോഹ പെട്ടകത്തിൽ കയറിയ നാൾ വരെ അവർ തിന്നും കുടിച്ചും വിവാഹം കഴിച്ചും വിവാഹത്തിന് കൊടുത്തു പോകുന്നു. ശ്രദ്ധിക്കണം, ഇവിടെ നോഹയുടെ കുടുംബവും മറ്റുള്ളവരും തമ്മിലുള്ള വ്യത്യാസം ശ്രദ്ധിക്കണം.
നോഹയുടെ കുടുംബം ആ കാലഘട്ടം വരെ തിന്നും കുടിച്ചും എല്ലാം ജീവിച്ചു. പക്ഷേ ജലപ്രളയം വന്നപ്പോ കറക്റ്റ് ആയിട്ട് പെട്ടെന്ന് കയറി. അവരുടെ കുടുംബത്തിന്റെ പ്രത്യേകത നോക്കണം. നോഹയുടെ കുടുംബത്തിന്റെ പ്രത്യേകത അവിടെ അതെല്ലാം സംഭവിച്ചു. അവർ ആ കാലഘട്ടം വരെ അവിടെ പറയുന്ന എന്താണ്, തിന്നു കുടിച്ചു, അല്ലെ വിവാഹം കഴിച്ചു, വിവാഹത്തിന് കൊടുത്തു, തിന്നും കുടിച്ചും എല്ലാം പോന്നു അല്ലെ. അന്ന് വന്നു ജലപ്രളയം. സ്തോത്രം. അങ്ങനെ തന്നെയാകും. നോഹയുടെ കാലം പോലെ മനുഷ്യപുത്രന്റെ വരവാകും. ജലപ്രളയത്തിന് മുമ്പുള്ള കാലം നോഹയെ പെട്ടകത്തിൽ കരയുന്ന നാൾ വരെ അവർ, അപ്പൊ നോഹയുടെ കുടുംബത്തെ കുറിച്ചാണ് പറയുന്നത്, അവർ തിന്നും കുടിച്ചും വിവാഹം കഴിച്ച് വിവാഹത്തിന് കൊടുത്തും പോന്നു. ജലപ്രളയം വന്ന് എല്ലാവരും നീക്കിക്കളയോട് അവർ അറിഞ്ഞില്ല. അപ്പോൾ ഇതേ കാര്യം ആരുടെ ജീവിതത്തിലും ഉണ്ട്? നോഹയുടെ ജീവിതത്തിലും ഉണ്ട്. പക്ഷേ ജലപ്രളയം വരുന്നത് കൃത്യം കണ്ടപ്പോൾ അവിടെ പരിപാടി സ്റ്റോപ്പ് ചെയ്തു. ഇന്ന് നോഹമാരെല്ലാം പെട്ടകം പണിത് വെച്ചിട്ടുണ്ട്, ഒരെണ്ണം അതിനകത്ത് കയറുന്നില്ല. ശ്രദ്ധിച്ചോ? ഇന്ന് പെട്ടകം പണിത് വെച്ചിട്ട് രക്ഷയുടെ പദ്ധതിയില്ല, പക്ഷെ ആരും ഒരുങ്ങുന്നില്ല. കാര്യം എന്നാ പ്രശ്നം? പെട്ടകത്തിന് പുറത്തുള്ളവരുടെ സെറ്റപ്പ് ഒക്കെ കാണുമ്പോൾ പെട്ടകത്തിന്റെ അകത്ത് കയറി ഇരിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. പെട്ടകത്തിന്റെ അകത്ത് കയറാൻ വലിയ ബുദ്ധിമുട്ടാണ്. അതിൻ്റെ അകത്ത് ഇടുക്കമുണ്ട്, ഞെരുക്കമുണ്ട്, ഭാരമുണ്ട്, അസ്വസ്ഥതയുണ്ട്. 4-8 പേരല്ലാതെ വേറെ സംസർഗമില്ല. ശ്രദ്ധിക്കണം, വേറെ കൂട്ടുകാരില്ല ഇതിലുണ്ടോ? ഷേമിന് ഹാമിന് യാഭയത്തിന് കൂട്ടുകെട്ടിന് ലോകരെല്ലാം വിളിച്ചത് കയറ്റിയോ? ഷേമ് ഹാമ് യാഭയത്തും പറയുമോ, ഞങ്ങൾക്ക് ഫ്രണ്ട്സ് ഇല്ലാതെ മുമ്പോട്ട് പോകാൻ പറ്റത്തില്ല, അതുകൊണ്ട് ഞങ്ങൾക്ക് ഫ്രണ്ട്സ് വേണം. ഇല്ല, സ്വർഗീയ പിതാവിന്റെ കൽപ്പന എന്താ പറഞ്ഞിരിക്കുന്നത്? അതിന്റെ മുമ്പിൽ ഫ്രണ്ട്സിനെയൊക്കെ അങ്ങ് വെട്ടി മാറ്റി. പറ്റുമോ? കൂട്ടുകെട്ടൊക്കെ അവിടെ വെച്ച് ബ്ലോക്ക് ചെയ്യാൻ ദൈവകൃപ പ്രാപിച്ചു. ആര്? നോഹയുടെ കുടുംബം. എന്നാൽ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, എന്താ അതിന്റെ പിന്നിലെ കാരണം? നോഹയുടെ കുടുംബം രക്ഷ പ്രാപിച്ചു. നോഹയുടെ കുടുംബത്തിലുള്ളവർ അത് അറിഞ്ഞില്ലെന്ന് പറയാനുള്ള കാരണമാണ് നമ്മളിപ്പോൾ വായിച്ചത്. ലൂക്കോസ് എഴുതിയ സുവിശേഷം അതിന്റെ 21-ാം അധ്യായം 34 മുതൽ നമ്മൾ വായിക്കുമ്പോൾ, നിങ്ങളുടെ ഹൃദയം അതിഭക്ഷണത്താലും മദ്യപാനത്താലും ഉപജീവന ചിന്തകളാലും ഭാരപ്പെട്ടിട്ട് ആ ദിവസം നിങ്ങൾക്ക് പെട്ടെന്ന് കെണി പോലെ വരാതിരിക്കുവാൻ. ഞാൻ പറയട്ടെ, എന്തുകൊണ്ടാ പെട്ടകത്തിൽ കയറാതിരുന്ന? ഈ 3 കാര്യം നമ്മുടെ ചുറ്റും ഈ സമൂഹത്ത് നടക്കുന്നു. ഈ 3 കാര്യത്തെ ഞാനൊന്ന് എലാബറേറ്റ് ചെയ്യാം. 3 കാര്യങ്ങൾ എന്തൊക്കെയാണ്? അതിഭക്ഷണം, മദ്യപാനം, ഉപജീവന ചിന്ത. ഈ 3 കാര്യമാണ്. ആദ്യത്തെ പറയാം, അതിഭക്ഷണം. ഇന്നും മനുഷ്യൻ സത്യം പറഞ്ഞ ആഹാരം കഴിക്കുന്നത് വിശപ്പിനല്ലാണോ? ഇന്ന് മനുഷ്യൻ ആഹാരം കഴിക്കുന്ന വിശപ്പിനല്ല. ഇന്ന് അതൊരു സ്റ്റൈലായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ ദേശങ്ങളും ഓരോ ഭക്ഷണ വിഭവങ്ങളില് പ്രശസ്തി നേടിക്കൊണ്ടിരിക്കുന്നു. ഈ ഫോൺ എടുത്തൊന്ന് കുത്തി നോക്കിയാൽ അറിയാം എന്തോരം കാര്യങ്ങൾ, ഏതൊക്കെ തരത്തിലുള്ള ആഹാര വിഭവങ്ങളാണ് കാണുന്നത്. അത് കഴിക്കാൻ കുറെ പേര്, അതിനെ കുറെ പേര് അത് പ്രൊമോട്ട് ചെയ്യാൻ വേറെ കുറെ പേര്. ഇങ്ങനെ ലോകം മുഴുവൻ ടേസ്റ്റിന്റെ പിന്നാലെ പോകുന്ന ഒരു കാലഘട്ടമായത്. മനസ്സിലായോ? അപ്പോൾ ഈ പ്രവചനം വ്യക്തമായോ? അതിഭക്ഷണം. അടുത്തത് അതിഭക്ഷണം. അടുത്തത് എന്താണ്? മദ്യപാനം. ഈ മദ്യപാനം എന്ന് പറയുന്ന ലിറ്ററൽ ആയിട്ടുള്ള മദ്യപാനം ഉണ്ട്, ലഹരികളെല്ലാം ഉണ്ട്. എല്ലാവിധ ലഹരികളും മദ്യപാനം എന്നുള്ള ഒറ്റ ടൈറ്റിലിൽ അടിവരും, ഇൻക്ലൂഡിങ് മരുന്നുൾപ്പെടെ. ഞാൻ എന്റെ ഭാഷയിൽ പറയും, മരുന്നുൾപ്പെടെ. ശ്രദ്ധിച്ചോ? എത്രത്തോളം മനുഷ്യൻ ഈ പലതും, ചിലര് അടിമകളായിട്ടിരിക്കുന്നു കണ്ടിട്ടുണ്ടോ? പലതിനും ചിലതിന് അടിമകളായിട്ടിരിക്കുന്നു കണ്ടിട്ടുണ്ടോ? എന്താ കാര്യം? ഇതാണ് ഇത് ഈ കാലഘട്ടത്തിന്റെ പ്രത്യേകതയാണ്. എന്തൊക്കെ നടക്കുമെന്ന് പറയാം? മദ്യപാനം, ആദ്യത്തെ അതിഭക്ഷണം, രണ്ടാമത് മദ്യപാനം, മൂന്നാമത്തത് ഉപജീവനത്തിന്റെ ചിന്ത. നോക്കിക്കേ, ഇന്നലെ ഞാനൊരു വീഡിയോ കണ്ടു. കഴിഞ്ഞ 2023 2.5 ലക്ഷം യുവാക്കന്മാരാണ്, കുട്ടികളാണ് പല രാജ്യങ്ങളിലേക്കായിട്ട് മൈഗ്രേറ്റ് ചെയ്തിരിക്കുന്നത്. പല രാജ്യങ്ങൾക്ക് കുടിയേറി 2 ലക്ഷം പേരോളം പിള്ളേര്, കുടുംബങ്ങളല്ല, വ്യക്തികൾ, കുഞ്ഞുങ്ങള്, പഠിച്ചവരും പഠനമില്ലാത്തവരെല്ലാം കുടിയേറിയിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരുടെ ഉള്ളിൽ ഇപ്പൊ നമുക്ക് നോർത്ത് ഇന്ത്യയിലുള്ളവരെല്ലാം, ഇവിടുത്തെ ഭായിമാരെല്ലാം കൂടി കേരളത്തിലേക്ക് വന്ന് ഇവിടുത്തെ പണിയെല്ലാം ചെയ്തുകൊണ്ടിരിക്കുക. എന്താ കാര്യം? ഇതാണ് വിഷയം, ഉപജീവനത്തിന്റെ ചിന്ത. നമ്മളുടെ ആവശ്യത്തിന് വേണ്ടി നമ്മൾ അധ്വാനിച്ച് കയ്യിലെ ആവശ്യത്തിന് സമ്പത്ത് കൈവെക്കുന്നതിനെ കുറിച്ചല്ല പറയുന്നത്. ഇത് വളരെയേറെ സമ്പാദിക്കുവാൻ, കോടിപതികളാകുവാൻ, ഉന്നത ശ്രേണികളിലേക്ക് എത്തുവാൻ, ലോകത്തിന്റെ ഏറ്റവും ശ്രേഷ്ഠമായ തലങ്ങൾ
ഫലങ്ങളെ കൈവരിക്കുവാനായിട്ട് സ്വന്തം തന്റെ സ്വാഭാവിക ജീവിതം വിട്ട് പറക്കുന്നവരെല്ലാം ഈ വചനത്തിന്റെ കീഴിലേക്ക് അവർ ഇന്ന് നടന്നുകൊണ്ടായിരിക്കുന്നത്. ഉപജീവനത്തിന്റെ ചിന്ത. ഇന്ന് എന്തൊക്കെ കോഴ്സുകളാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്, പല വിധത്തിലുള്ള കാഴ്ച. അതിനുവേണ്ടി അറ്റൻഡ് ചെയ്യുന്നവരും അതുപോലെയുള്ളവര്, അതിനുവേണ്ടി പോകുന്നവരും ആ വിധത്തിലുള്ളവരാണ്. അതിന് കാരണം എന്താണ്? അതിന് കാരണം മറ്റൊന്നുമില്ല, ഈ ഉപജീവനത്തിന്റെ ചിന്ത എന്നുള്ള ടൈറ്റിലിന് കീഴെ ഇന്ന് സമൂഹം അണിനിറന്നിരിക്കുകയാണ്. അതിഭക്ഷണത്തിന്റെ കീഴെ, മദ്യപാനത്തിന്റെ കീഴെ, ഉപജീവനത്തിന്റെ ചിന്ത കീഴെ. ഇത് മൂന്നുമാണ് ഇന്ന് ലോകം, ഇത് മൂന്നുമാണ് ഇന്ന് കാര്യങ്ങൾ ക്രമീകരിച്ചുകൊണ്ടിരിക്കുന്നത്. തിരിച്ചറിയുന്നത് അവസാന കാലത്തിന്റെ ലക്ഷണമാണ്. എന്തുകൊണ്ടാണ് പെട്ടകത്ത് കയറാത്തെന്ന് മനസ്സിലായോ? ഈ മൂന്ന് കാര്യത്തിന്റെ കീഴെ ഒരു വിശ്വാസി, ഒരു ബന്ധക്കോസുകാരൻ പോയാൽ അവൻ പെട്ടകത്തിൽ കയറില്ല. കാര്യം, അതിഭക്ഷണത്തിന്റെ പുറകെ പോയാൽ ലോകത്തെ സുഖിക്കുവാൻ, ലോകത്തെ രുചിക്കുവാൻ വേണ്ടി പോകുന്നവൻ കർത്താവിനെ അന്വേഷിക്കില്ല. ഉപജീവനത്തിന്റെ ചിന്തയെക്കുറിച്ച് പറഞ്ഞേ, നമുക്ക് ജീവിക്കണ്ടേ, നമുക്ക് ഉയരണ്ടേ, വീട് വെക്കണ്ടേ, സെറ്റപ്പ് ആകണ്ടേ, വലിയ വലിയ കാര്യങ്ങൾ നേടണ്ടേ എന്നുള്ള ഒറ്റ ചിന്തയിൽ മാത്രം മുമ്പോട്ട് പോകുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് ക്രിസ്തുവിനെ അന്വേഷിക്കില്ല. കർത്താവിന് മുമ്പേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിക്കാനാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്. മുമ്പേ അവന്റെ രാജ്യവും നീതിയും, അതോടുകൂടെ അപ്പൊ മുമ്പേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിക്കാൻ ഇങ്ങനെയുള്ളവർ ഒരിക്കലും താല്പര്യപ്പെടില്ല. അവരുടെ പ്രാർത്ഥന മുഴുവനും ലോക സുഖം എങ്ങനെ എൻ്റെ കയ്യിൽ വരാം, ഇത് മാത്രമാണ്. അതുകൊണ്ട് എന്താ സംഭവിക്കുന്ന ആ വാക്യം ഒന്ന് തുടർന്നൊന്ന് വായിച്ചേ. സ്തോത്രം. സൂക്ഷിച്ചു കൊള്ളുവിൻ. 34 വാക്യമാണ് നമ്മൾ വായിച്ചത്. 21-34. നിങ്ങളുടെ ഹൃദയം അതിഭക്ഷണത്താലും ആ ദിവസം നിങ്ങൾക്ക് പെട്ടെന്ന് കെണി പോലെ, ആ കെണി പോലെ വരുന്നതിന് കാരണം എന്താണ്? ഒരുവന്റെ നല്ല പ്രായവും നല്ല അവസ്ഥകളല്ല, ഇതിന്റെ അകത്തേക്ക് അവൻ കയറൂരി വിട്ട് ജീവിച്ചു. അത് കഴിഞ്ഞ് അതിന്റെ ഒടുക്കത്തിലേക്ക് പ്രാർത്ഥനയുള്ളവനായിരിക്കും. പക്ഷെ അവൻ അതിനേക്കാളും ഉപരി ലോക സുഖത്തിലേക്ക് തിരിയുമ്പോൾ അവൻ ഒരു ക്ഷണത്തിൽ പെട്ടെന്ന് തന്നെ ഇന്ന് പ്രാർത്ഥിച്ച് ലോക സംഭവങ്ങളെല്ലാം വളരെ ശക്തമായിക്കൊണ്ടിരിക്കുകയാണ്. യുദ്ധമോ പ്രതിദ്വന്ദ്വോ ശക്തമായിട്ട് ഭൂമിയെ മുഴുവനും ചുഴറ്റി അടിക്കുകയാണ്. യേശുക്രിസ്തുവിന്റെ വരവാണെന്ന് വിചാരിച്ചുകൊണ്ട് പ്രാർത്ഥന തുടങ്ങും. പക്ഷെ അങ്ങനെ പ്രാർത്ഥിച്ചാൽ പോകുന്ന കേസല്ല. ദൈവത്തിന്റെ വചനം വ്യക്തമായിട്ട് പറഞ്ഞു തന്നെയാണ്, അത് നിങ്ങൾ കെണി പോലെ വരാതിരിക്കുവാൻ സൂക്ഷിച്ചുകൊള്ളൂ. എനിക്ക് ഒത്തിരി പേരെ അറിയാം, അവർ സ്വന്തം ലോകത്തിലേക്ക്, സെക്കുലർ ഫീൽഡിലേക്ക് ഇറങ്ങിയിട്ട് അവർക്ക് ദൈവമായിട്ട് ബന്ധമില്ലാതെ പാസ്റ്റർമാര് പുറകെ നടന്ന് ഇവരെ ആത്മീയരാക്കാൻ നടക്കുന്ന കണ്ടിട്ടുണ്ട് ഞാൻ. പക്ഷെ അങ്ങനെയൊന്നും പോകുന്നതല്ല ദൈവരാജ്യത്തിൽ. വില കൊടുക്കാതെ മുമ്പേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിക്കാത്ത ഒരുത്തിനും അക്കരെ നാട് കാണുകയില്ല. ആമേൻ. ഈ വചനം ഒന്ന് സൂക്ഷിച്ചേ. അവിടെ പറഞ്ഞു, ആ ദിവസം നിങ്ങൾക്ക് പെട്ടെന്ന് കെണി പോലെ വരാതെ. കെണി പോലെ, അത് ട്രാപ്പാണ്. കാര്യം, ഇതുവരെ ഒരുങ്ങാതെ ഒരുവൻ ജീവിച്ചു. അതിനുവേണ്ടി സ്വന്തം താല്പര്യപ്പെടുകയോ ഒരുങ്ങുകയോ ഒന്നും ചെയ്യാതെ ജീവിച്ച അവസാനം അത് അവന് കെണി പോലെയാണ്. അവൻ അവസാനത്തെ മൊമെന്റിൽ അവൻ റെഡിയാകാൻ വിചാരിച്ചത് നടക്കില്ല. ക്രിസ്ത്യ ജീവിതത്തിന്റെ പ്രത്യേകത എന്നാണ്, നമ്മൾ വീഴാതെ സൂക്ഷിക്കണം. നമ്മൾ അങ്കി അഴുക്ക് പുരളാതെ നമ്മൾ പോകണം. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ ഭൂമിയിൽ ലോക വിദേശങ്ങളിലാകട്ടെ, ഇന്ത്യയിലാകട്ടെ, കേരളത്തിലാകട്ടെ, ഓരോ സ്ഥാനങ്ങളുടെ ഉന്നത പദവികളിലേക്ക് ചെല്ലുന്ന ഒരു വ്യക്തി അഴിമതിയും വഞ്ചനയും അല്ലെങ്കിൽ അതിക്രമവും ഇല്ലാതെ ഒരു പദവിയിൽ ഇരിക്കാൻ പറ്റുമോ? നിങ്ങളൊന്ന് പറഞ്ഞേ. എവിടെയെങ്കിലും പറ്റും? ഏതെങ്കിലും പ്രൊഫഷണൽ ഫീൽഡ് സ്തോത്രം ഈ പറയുന്ന സ്തോത്രം ഏതെങ്കിലും തരത്തിലുള്ള സ്തോത്രം ഈ വഞ്ചനയാകട്ടെ അല്ലെങ്കിൽ മറ്റുള്ളവരെ അപഹരിക്കുന്ന ഒരു തലമാട്ടെ, ഇത് ഏതെങ്കിലും രീതിയിലുള്ള കറപ്ഷൻ ഇല്ലാത്ത ഏതെങ്കിലും ഒരു പ്രൊഫഷൻ ഉണ്ടോ? ഏതെങ്കിലും പ്രൊഫഷൻ ഉണ്ടോ? ഇല്ല. അപ്പോൾ ആ ഫീൽഡിൽ കൂടെ എല്ലാം ഒരുവൻ പോകുന്നുണ്ടെങ്കിൽ അവിടെ മനസ്സിലാക്കണം, അതിന് കണ്ണടയ്ക്കാതെ ഒരിക്കലും മുമ്പോട്ട് പോകാൻ പറ്റത്തില്ല. അതിലെല്ലാം കണ്ണടയ്ക്കാതെ ഒരിക്കലും മുമ്പോട്ട് പോകാൻ പറ്റത്തില്ല. ആമേൻ. അടുത്ത വാക്യം എന്താണ് വായിക്കുന്നത്? വേഗം വായിച്ചു നിർത്താം. കണ്ട, അത് സർവഭൂതലത്തിലും കണ്ട എല്ലാവർക്കും ഒരുപോലെ വരുന്ന ഒരു സംഭവമാണിത്. ഇത് ദൈവമക്കൾ മാത്രം, ലോക മനുഷ്യൻ കംപ്ലീറ്റ് ഇതിന്റെ പുറകിലാണ്. ഇന്ന് പണമുള്ളവനാണ് സ്ഥാനമുള്ളൂ, പദവിയുള്ളവനാണ് സ്ഥാനമുള്ളൂ, അധികാരമുള്ളവന്റെ വാക്കാണ് ലോകം കേൾക്കുള്ളൂ. ഇതിന്റെ ഇടയിൽ ദൈവമകന്റെ, ഒരു ദൈവ പൈതലിന്റെ ശബ്ദവും ലോക മനുഷ്യനെ പോലെ ഉയർത്താൻ വേണ്ടി പോയാൽ അവൻ കൃപയിൽ നിന്ന് വീഴും.
കാര്യം ഇത് അങ്ങനെ ദൈവം സെറ്റ് ചെയ്തിരിക്കുകയാണ്. ഇത് ഒരു വില കൊടുക്കുന്നവർ മാത്രം ദൈവരാജ്യത്തിൽ പോകണം. ഈ പറയുന്ന മദ്യപാനം, അതിഭക്ഷണം, ഉപജീവനത്തിന് ഇതിന്റെ പുറകിൽ മാത്രം മനസ്സ് വെക്കുന്നവൻ ദൈവരാജ്യം പ്രാപിക്കരുതെന്നുള്ള സ്വർഗീയ അജണ്ടയാണെന്ന് ഓർക്കണം ഇന്ന് വെളിപ്പെടുത്താൻ പോകുന്നത്. അതുകൊണ്ടാണ് പറയുന്നത് ഇതിന് വില കൊടുക്കാതെ ആരും അക്കരനാട് കടക്കില്ല. ആമേൻ, സ്തോത്രം. അടുത്ത വാക്യം വായിച്ചാട്ടെ. അപ്പൊ ഇത് പ്രാപ്തി നഷ്ടപ്പെടും. ഈ പറയുന്ന ലോകസുഖത്തിന്റെ പിന്നാലെ പോയ ഒരുവന്റെ ആത്മീക ജീവിതത്തിന്റെ പ്രാപ്തി നഷ്ടപ്പെട്ടു പോകും. അടുത്തത് ഞാൻ ചോദിക്കട്ടെ, ഈ പ്രൊഫഷണൽ ഫീൽഡിലെല്ലാം പോകുന്നവരെല്ലാം പറയുന്നത് ഞങ്ങൾക്ക് എപ്പോഴും പ്രാർത്ഥിക്കാനും ഉണരാനൊന്നും സമയമില്ലെന്ന്. തിരിച്ചൊരു ചോദ്യം, ഈ കാലഘട്ടം ഏതാ ബ്രദറെ? ഒന്ന് പറ. ഈ കാലഘട്ടം ഏതാ? അപ്പൊ പറയുന്നത് നോഹയുടെ കാലഘട്ടം. അതെന്താ നോഹയുടെ കാലഘട്ടം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജലപ്രളയം വരുന്ന കാലഘട്ടം. ഒരുങ്ങിയില്ലേ പോകില്ല, ഞങ്ങൾക്കറിയാം. പക്ഷെ അതിന്റെ അപകടം എന്താണ്? അവന്റെ ആത്മാവ് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച ഒരുവനാണെങ്കിൽ പരിശുദ്ധാത്മാവ് വഞ്ചനയ്ക്കും ലോകസുഖത്തിനും കൂട്ടു നിൽക്കുകയില്ല. പരിശുദ്ധാത്മാവ് വഞ്ചനയ്ക്കും ലോകസുഖത്തിനും കൂട്ടു നിൽക്കുകയില്ല. പരിശുദ്ധാത്മാവിനെ സൂക്ഷിച്ച് ദൈവാത്മാവിനെ അനുസരിച്ച് ഉണർന്നിരിക്കുന്ന വ്യക്തികൾ മാത്രമേ കാഹള നേരത്തെങ്കിൽ പരിശുദ്ധാത്മാവരുടെ മർത്യശരീരത്തെ രൂപാന്തരപ്പെടുത്തുകയുള്ളൂ. ദൈവാത്മാവിനെ അനുസരിക്കാതെ നടക്കുന്ന ഒരുവന്റെ ശരീരം രൂപാന്തരപ്പെടുകയില്ല. അതുകൊണ്ടാണ് ആ തലമുറയിൽ നോഹയുടെ കാലഘട്ടത്തിൽ തെരഞ്ഞെടുക്കപ്പെട്ടവർ മാത്രം പെട്ടകത്തിൽ കയറി, അല്ലാത്തവർ കൈവിടപ്പെട്ടു പോയി. അതുപോലൊരു സംഭവമാണ് ഇവിടെ വരുന്നത്. 120 വർഷം മഴയെക്കുറിച്ച് പ്രസംഗം കേട്ടു. ഈ ഒരുവന്റെ ആയുസിന്റെ നല്ലൊരു ഭാഗം യേശുക്രിസ്തുവിന്റെ വരവിനെ കുറിച്ച് പ്രസംഗം കേൾക്കാത്ത ആരാ ഉള്ളത്? പക്ഷേ പരിശുദ്ധാത്മാവിനെ അനുസരിച്ച് ജീവിച്ചോ? ജീവിക്കാത്ത ഒരുവന്റെ ശരീരം രൂപാന്തരപ്പെടുകയില്ല. എന്താണ് ആ വാക്യം നമ്മൾ വായിച്ചത്? സ്തോത്രം, സദാകാലം ഉണർന്നും പ്രാർത്ഥിച്ചും കൊണ്ടിരിക്കുമോ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, അന്യഭാഷ ഒരുവന് നൽകുമ്പോൾ നമ്മൾ ദൈവത്തോട് സംസാരിക്കുന്നു, പോകുന്നത് നമ്മൾ അന്യഭാഷയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. നമ്മുടെ ആത്മാവ് പ്രാർത്ഥിച്ചു നമ്മുടെ അകത്ത് കത്തണം. ആത്മാവിൽ നമ്മൾ കത്തണം. ഈ കത്തൽ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ, ശ്രദ്ധിക്കണേ, കത്തൽ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അവന്റെ ആത്മാവിന് അവനിൽ വ്യാപരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ ശരീരം രൂപാന്തരപ്പെടുത്താൻ കഴിയത്തില്ല. അങ്ങനെ രൂപാന്തരപ്പെടുത്താൻ കഴിയുന്നില്ലെങ്കിൽ അവന്റെ ജഡ താല്പര്യങ്ങൾക്ക് വേണ്ടി പരിശുദ്ധാത്മാവിനെ ഉപയോഗിക്കുന്നവൻ ദൈവരാജ്യത്തിൽ പോകുകയില്ല. ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. പരിശുദ്ധാത്മാവിനാൽ ദൈവത്തിന്റെ ആത്മാവിന്റെ പദ്ധതി അറിഞ്ഞു ജീവിക്കണം. അപ്പോൾ ഒരു കാര്യമുണ്ട്, അവിടെ 2 ചോദ്യം വരികയാണ്. നിനക്ക് ദൈവാത്മാവിനനുസരിച്ച് ജീവിക്കണോ, ലോകസുഖം അനുസരിച്ച് ജീവിക്കണോ? ബഹുഭൂരിപക്ഷം എന്ത് ചെയ്യുമെന്നറിയാവോ? വഴി വിശാലവും അതിൽ കടന്നു പോകുന്നവർ അനേകരുവാ. പെന്തക്കോസുകാരല്ല ആ വഴി ഓപ്റ്റ് ചെയ്യും. വഴി ഇടുക്കവും ഞെരുക്കവും അത് കണ്ടെത്തുന്ന ഒരു ചുരുക്കം മാത്രമേ അവരാ ദൈവരാജ്യത്തിൽ പോകത്തുള്ളൂ. കാര്യം ഈ ഒരു ആയുസ് തന്നെത്താൻ ത്യജിച്ച് തൻ്റെ ക്രൂശ് എടുത്തുകൊണ്ട് അനുഗമിക്കുന്നവർ മാത്രമേ അക്കരെ നാട് കടക്കുകയുള്ളൂ. ഒന്ന് ചിന്തിക്കണം. ഇന്ന് ഈ സത്യങ്ങളെ തിരിച്ചറിയുന്ന ഒരു ദൈവത്തിൽ ഒരിക്കലും പിന്നോട്ട് പോകുവാനോ മറ്റൊരു വഴിയിലേക്ക് തിരിയുവാനോ ഇടയാകരുത്. ഹല്ലേലൂയ. അടുത്ത വാക്യം നമ്മൾ വായിച്ച് നമുക്ക് നിർത്താം. സ്തോത്രം. അവൻ ദിവസേന പകൽ ദൈവാലയത്തിൽ രാത്രി ഒലിവുമലയിൽ പോയി പാർക്കും. ജനമെല്ലാം അവന്റെ വചനം കേൾക്കേണ്ടതിന് അധികാലത്ത് ദേവാലയത്തിൽ അവന്റെ അടുക്കൽ ചെല്ലും. നോക്കി ശ്രദ്ധിക്കണം. അപ്പോൾ കർത്താവായ യേശുക്രിസ്തു ഇത് പറയുകയും താൻ ഈ സാക്ഷ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് ചെയ്തത്. അപ്പോൾ നമ്മൾ ഇന്ന് പകൽ നേരം മനസ്സിലാക്കണം, ശത്രുവാകുന്ന പിശാച് അലറുന്ന സിംഹം പോലെ ആരെ വിഴുങ്ങേണ്ടു എന്ന് വെച്ച് ചുറ്റി നടക്കുകയാണ്. ചുറ്റി ശത്രുവാകുന്ന പിശാച് നടക്കുകയാണ്. ആരെയാണ് വിഴുങ്ങേണ്ടു? അവിടെ ദൈവത്തിന്റെ വചനം പറയുന്നത് എന്താണ്? അവിടെ പറയുന്നൊരു കാര്യമാണ്. സ്തോത്രം. അവിടെ പറയുന്നത്, ലോകത്തിൽ നിങ്ങൾക്കുള്ള സഹോദരവർഗത്തിന് ആ വക കഷ്ടപ്പാടുകൾ സ്തോത്രം പൂർത്തിയായി വരുന്നു. ആ കഷ്ടപ്പാടുകൾ തന്നെ പൂർത്തിയായി വരുന്നു എന്നറിഞ്ഞ് വിശ്വാസത്തിൽ സ്ഥിരമുള്ളവരായി അവനോട് എതിർത്ത് നിൽക്കുവിൻ. ആമേൻ. 8ാം വാക്യം, നിർമ്മതരായിരിക്കുവിൻ, ഉണർന്നിരിക്കുവിൻ. നിർമ്മതരായി ഉണർന്നിരിക്കുന്നവരെ ചേർക്കാനാണ് കർത്താവായ യേശുക്രിസ്തു വേഗം വരുന്നത്. ആമേൻ. ഈ വചനങ്ങളാൽ സ്വർഗ്ഗത്തിലെ ദൈവം നിങ്ങളെ ബലപ്പെടുത്തുമാറാകട്ടെ. നമ്മൾ ദൈവസന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ നമുക്ക് പൂർണ്ണമായും നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാവുന്നതാണ്. ഈ പകൽ നേരം ഈ കേട്ട വചനത്തെ വഹിച്ചുകൊണ്ട് ജാൻസി ആന്റിയും മമ്മിയും പ്രാർത്ഥിക്കുന്നതായിരിക്കും. മറ്റുള്ള